ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടാതെ പോകുന്നത്, ക്രിസ്തു ആർക്കും വെളിപ്പെടുത്തപ്പെടാതെ പോകുന്നത്, അതുപോലെ ആരും വീണ്ടും ജനിക്കാതെ പോകുന്നത്, ഇതൊരു വലിയ ദുരന്തമാണ്. നമ്മുടെ സഭകൾക്കകത്ത് നമ്മുടെ കുട്ടികൾ വീണ്ടും ജനന അനുഭവം പ്രാപിക്കുന്നില്ല എന്നുള്ളത്, പത്യോപദേശത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഇല്ലാതെ പോകുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലേഖനങ്ങളിൽ എല്ലാ ലേഖനങ്ങൾക്കും 2 ഭാഗങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാം. റോമാലേഖനത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ പത്യോപദേശവും 12-ന്റെ ഒരു 4-5 വാക്യങ്ങൾ മുതൽ, വേണമെങ്കിൽ 12-ന്റെ 1 മുതൽ എന്ന് പറയാം, ധർമ്മോപദേശവുമാണ്. എഫേസ്യ ലേഖനം ആദ്യത്തെ 4 അധ്യായങ്ങൾ പത്യോപദേശവും 5-ാം അധ്യായം വരുമ്പോഴേക്കും ധർമ്മോപദേശവുമാണ്. അങ്ങനെ ഓരോ ലേഖനങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, എബ്രായ ലേഖനം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 12 അധ്യായങ്ങളും 13-ാം അധ്യായത്തിൻ്റെ ഏതാനും വാക്യങ്ങളും പത്യോപദേശമാണ്. അതിനുശേഷം വരുന്ന ഭാഗമാണ് ധർമ്മോപദേശം. നിങ്ങൾ ചോദിക്കുക എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്യോപദേശം എന്ന് പറയുന്നത് ഡോക്ട്രിനൽ ട്രൂത്ത്സ് ആണ്, അതായത് ഉപദേശപരമായ സത്യങ്ങൾ. ധർമ്മോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള പ്രമാണമാണ്. അപ്പോൾ ഏത് ലേഖനങ്ങൾ നോക്കിയാലും ആദ്യം ഒരു ഉപദേശ രൂപം അവിടെ നൽകപ്പെടുന്നത് നമുക്ക് കാണാം. അതിനുശേഷമാണ് എങ്ങനെ ജീവിക്കണമെന്നുള്ള ധർമ്മോപദേശം പഠിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം, പരദൂഷണം പറയരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2-ാം ഭാഗത്തിലാണ് വരുന്നത്. എല്ലാ ലേഖനങ്ങളുടെയും 2-ാം ഭാഗത്തിലാണ് വരുന്നത്. ആദ്യത്തെ ഭാഗത്ത് വരുന്നത് മുഴുവൻ ദൈവം നമ്മെ എങ്ങനെ രക്ഷിച്ചു എന്നും എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും എങ്ങനെ കർത്താവിനെ കാത്തിരിക്കണമെന്നും എങ്ങനെയൊക്കെയുള്ള വേദശാസ്ത്രമാണ്. എല്ലാ ലേഖനങ്ങളും വേദശാസ്ത്ര പുസ്തകങ്ങളാണ്. ഈ ലേഖനങ്ങളുടെ പഠനം ഓരോ സഭയ്ക്കും അത്യാവശ്യമാണെന്ന് മാത്രമല്ല, അത് പഠിച്ചില്ലെങ്കിൽ നമ്മളൊരു ക്രിസ്തീയ സഭ ആകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് 8 അടിസ്ഥാന ഉപദേശ പ്രമാണങ്ങൾ നമുക്ക് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കാണാം. മാനസാന്തരം, സ്നാനം, ആത്മാവിനെ പ്രാപിക്കൽ, പിന്നെന്താണ്, വേർപാട്. 40-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ. 42-ാമത്തെ വാക്യത്തിൽ വേറെ 4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ആദ്യത്തെ 4 എണ്ണം ഓക്കെ, നമ്മൾ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിനെ പ്രാപിച്ചു, വേർപെട്ടു. എന്നാൽ വേർപെട്ട ശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെയുണ്ട്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ കഴിഞ്ഞാൽ പിന്നെയുള്ള പുസ്തകം എല്ലാം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള അപ്പോസ്തലിക എഴുത്തുകളെയാണ് നമ്മൾ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. ഓരോ സഭയും പണിയപ്പെടേണ്ടത് ഈ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അന്ത്യകാലമാവുമ്പോഴേക്കും നമുക്ക് റോമാലേഖനത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കുന്നില്ല, എബ്രായ ലേഖനത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കുന്നില്ല. അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാ ദിവസവും വാക്യം വായിക്കുന്നുണ്ട്. പക്ഷേ ഈ ലേഖനത്തിൽ ഒരു കത്തായിട്ട് നിങ്ങൾ സങ്കല്പിച്ച ഒരു അപ്പൻ മകൻ അയച്ച കത്ത്, അല്ലെ മകൾക്ക് അയച്ച കത്താണ് ഈ എബ്രായ ലേഖനം എന്നൊന്ന് ചിന്തിച്ച് നോക്കി. ആ കത്തിനകത്ത് എന്താ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് അറിയാം? ഒരു വലിയ പ്രശ്നമല്ലേ അത്? അതിനകത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറേ വാക്യങ്ങൾ അറിയാം. പക്ഷെ ആ ലേഖനത്തിലൂടെ കർത്താവ് നമ്മളോട് എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലേഖനങ്ങളെല്ലാം ആര് പഠിപ്പിക്കും, ആര് പഠിക്കും, എപ്പോൾ പഠിക്കും? ഇതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിന് മുകളിൽ വേണം നമ്മൾ ആത്മീക ജീവിതത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ആ ലൈഫ് പണിയാൻ. എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യാശ ഇല്ലാതെ പോകുന്നത്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ പറ്റാതെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്യോപദേശത്തിൻ്റെ പഠിപ്പിക്കൽ നമ്മുടെ സഭകളിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് സംഭവിക്കുന്നത്, ഇന്നിപ്പോൾ ഞാൻ ഒരു പാസ്റ്ററാണെങ്കിൽ എൻ്റെ സഭയിൽ ഇന്ന് ഞാൻ 5-10 കന്യകമാരുടെ കഥ പറയും. നാളെ ഞാൻ പ്രസംഗിക്കുന്നത് സെരുബ്ബാബേലിനെ കുറിച്ചായിരിക്കും. അതിനടുത്ത ദിവസം പറയുന്ന സങ്കീർത്തനത്തിൽ ഏതെങ്കിലും ഭാഗമായിരിക്കും. ഒരു 52 ആഴ്ച പ്രസംഗിച്ച് കഴിഞ്ഞ് 53-ാമത്തെ ആഴ്ച തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയാണോ ഈ മനുഷ്യൻ പ്രസംഗിച്ചതെന്ന് യാതൊരു ഓർമ്മയും നമുക്ക് കാണുകയില്ല. അല്ലേ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, കഴിഞ്ഞ 52 ആഴ്ചകൾ, ഒരു 52 ആഴ്ചയാണല്ലോ ഒരു വർഷം, കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ കേട്ട പ്രസംഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ചർച്ച കേട്ടത് മാത്രമല്ല, പവർ വിഷൻ, പിന്നെന്താ, ഹാർവെസ്റ്റ്, ലോകത്തെല്ലായിടത്തും യൂട്യൂബ്, എന്തുമാത്രം പ്രസംഗം കേട്ടു. എന്തൊക്കെയാ കേട്ടത്? വലിയ കാര്യമായ ഓർമ്മയൊന്നുമില്ല. കേൾക്കുമ്പോൾ ഒരു സുഖം, ഇപ്പം വിടുതൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷ. ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്ന അവർ പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൈവയ്ക്കുന്നത്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ കിടന്നുറങ്ങുക.
അപ്പം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ സൗഖ്യമാവുന്നു, ചിലപ്പോൾ സൗഖ്യമാവുന്നില്ല. ഇത് തന്നെ കഥ. എവിടെയാണ് ഈ അപ്പോസ്തലിക ഉപദേശം നമ്മൾ പഠിക്കുന്നത്? അതുകൊണ്ട് സഭയ്ക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ പിള്ളേർക്ക് ഉപദേശം അറിയത്തില്ല. ക്രിസ്ത്യ ഉപദേശം എന്താ? നമ്മുടെ പിള്ളേരോട് ചോദിച്ചു നോക്കിയാൽ തൃത്വത്തെക്കുറിച്ച്, മക്കളെ എന്താ ഈ തൃത്വത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ആ തൃത്വം എന്ന ഉപദേശം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? തൃത്വം എന്ന ഉപദേശം ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയെക്കുറിച്ച് പറയാൻ പറ്റില്ല. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ പിതാവ് നമ്മളെ സ്നേഹിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം യേശുക്രിസ്തു സൃഷ്ടിയാണ്, ദൈവമല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. യേശുക്രിസ്തു സൃഷ്ടിയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ക്രൂശിൽ വിട്ടത് വലിയ കാര്യമൊന്നുമില്ല. കാരണം അടുത്ത് പിന്നെ ഒരെണ്ണത്തിനെ സൃഷ്ടിക്കാമല്ലോ. സ്വന്തം പുത്രനായതുകൊണ്ടാണ് അതിന് വിലയേറിയത്. അതുകൊണ്ടാണ് അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നത്. അവസാനം നമ്മൾ ചെയ്യുന്ന കർത്താവിന് മുമ്പിൽ കവിണ്ണു വീണ് വെളിപ്പാട് പുസ്തകത്തിൽ നമസ്കരിക്കണമെങ്കിൽ യേശുക്രിസ്തു ദൈവമായിരിക്കണം. ദൈവമല്ലാത്തതിനെ വണങ്ങാൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് പോയി ദൈവമല്ലാത്തതിനെ വണങ്ങാൻ പറ്റുമോ? അപ്പോൾ ഓരോരുത്തർ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. അവരിതൊന്നും പഠിച്ചിട്ടില്ല. അവരാകെ കേട്ടിരിക്കുന്നത് ദൈവം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരൊറ്റ പ്രസംഗം മാത്രമാണ്. എന്നോട്ട് ഇറങ്ങി വരുന്നോട്ട് കാണുന്നുമില്ല. അപ്പൊ അന്ത്യകാലത്ത് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉപജീവന ചിന്തകളിൽ കുരുങ്ങി മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ വിശ്വാസം കളയുന്നത് വല്ലവരും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുമ്പോഴല്ല, അല്ലെങ്കിൽ നിന്നെ തീക്കകത്ത് പിടിച്ചിടും, മര്യാദയ്ക്ക് കർത്താവിനെ തള്ളി പറഞ്ഞോ എന്ന് പറയുമ്പോഴല്ല നമ്മൾ വിശ്വാസം തള്ളിക്കളയുന്നത്. ഉപജീവന ചിന്തകളിൽ കുരുങ്ങിയിട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വെള്ളിയാഴ്ചകളിൽ ചർച്ചകളിൽ പ്രാർത്ഥന നടക്കാറുണ്ടല്ലോ, കൂടുതൽ വരുന്ന പുരുഷന്മാരാണോ സ്ത്രീകളാണോ? ഈ പ്രവാചകന്മാർ കൂടുതൽ വരുന്നത് വെള്ളിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ? ഉപവാസ പ്രാർത്ഥനയ്ക്കല്ലേ പ്രവാചകന്മാർ കൂടുതൽ വരുന്നത്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളാ. ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എൻ്റെ പിള്ളേരുടെ ഗതി എന്താവും? അത് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഭർത്താവ് എന്ന് മര്യാദ പഠിക്കും, അത് അടുത്ത പ്രശ്നം. ശരിയല്ലേ? ഈ പ്രവാചകന്മാർ പ്രവചിക്കുന്ന മുഴുവൻ അതായിരിക്കും. നിങ്ങളുടെ ആശങ്കകൾ മാറാൻ, ഉപജീവന ചിന്തകളെ പരിഹരിക്കാൻ. ഇന്ന് ആ സ്ത്രീകളുടെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, അവരുടെ ആ ആങ്സൈറ്റി, കുടുംബത്തെക്കുറിച്ചുള്ള ഭാരം, മക്കളെക്കുറിച്ചുള്ള ഭാരം, ഇതെല്ലാമാണ് ഇന്ന് പ്രവചനദൂതായിട്ടും വരുന്നത്. ഈ പ്രവാചകന്മാര് സംസാരിക്കുന്ന മുഴുവൻ സ്ത്രീകളോടാണ്. നമ്മൾ സൈഡിൽ ഇരുന്ന് കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് കരയുന്ന ആരാ? അച്ചായനാണോ അമ്മാമ്മയാണോ? ആരാ? ഇത് മുഴുവൻ, അതായത് ഒരു 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 സഹോദരിമാരുടെ സ്പിരിച്വാലിറ്റി മാത്രമേ ഇപ്പം നിലനിൽക്കുന്നുള്ളൂ. ബാക്കി ആരെയും കാണാനില്ല. ആകെ ഒരു ഇത്തിരി ആത്മീയത ഉള്ളത് ഈ ഒരു ആത്മീയതയാ. ഏതാ? ഈ സഹോദരിമാരുടെ ആത്മീയത. അത് മാത്രമേ കാണാനുള്ളൂ. ബാക്കി പുരുഷന്മാരൊന്നും കാണാനില്ല. അവർ വല്ല മീറ്റിങ്ങിന് വന്ന് അവിടെ ഇരുന്നാൽ തന്നെ ഇരുന്നാ ഭാഗ്യമൊന്നേ ഉള്ളൂ. അവരൊക്കെ ഈ സമയത്ത് കിട്ടുന്നത് തന്നെ മഹാ അത്ഭുതമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരിമാരുടെ ഒരു സ്പിരിച്വാലിറ്റിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പിള്ളേർക്ക് ഇത് ഭയങ്കര പാടാണ്. ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി നിർത്തുകയില്ല. അതായത് ഈ മക്കളുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ്. അവർ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബാടാ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിചാരിക്കും ഇപ്പം തീരുമായിരിക്കും, തീർന്നു കഴിഞ്ഞാൽ 2 ഓവർ കട്ടാവും, അത് കഴിഞ്ഞ് കാണാം എന്ന് വിചാരിക്കും. ഈ അമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ച അമ്മ നിർത്തുകയില്ല. അമ്മ ഈ പ്രാർത്ഥിക്കുന്ന ഈ നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി, അപ്പുറത്ത് ഇസ്രായേലിന് വേണ്ടി, ബൈഡന് വേണ്ടി, ട്രംപിന് വേണ്ടി, ഇവിടെയുള്ള മോഡിക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് വരുമ്പോഴേക്കും ഇവർക്ക് ഇതിനകത്തൊന്നും യാതൊരു താല്പര്യമില്ല. ഇവർ ഉറങ്ങാൻ തുടങ്ങും. എന്നിട്ട് പറയും ഉറങ്ങുന്ന കണ്ടില്ല, ഇവരൊന്നൊരു ഭക്തിയില്ല. എന്ത് ഭക്തി? അവർക്കെല്ലാം വേണ്ടി ഇങ്ങനെ പേര് പറയുന്നേ ഉള്ളൂ. ഒബാമയെ കാത്തോളണേ. ഒബാമ ഇല്ലല്ലോ, പുള്ളി പോയല്ലേ, പുള്ളി എതിർ ക്രിസ്തുവായിരുന്നു. ഓക്കെ, ഇത് അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പം തന്നെ ഇവർക്ക് ഉള്ളിലൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുകയാണ്. അയ്യോ വിളിച്ചു പോയി. ശരിയാണോ? നിങ്ങൾ എപ്പോഴും പരാതിയാ, എൻ്റെ മക്കൾ നന്നാകുന്നില്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കാൻ പോലും വരുന്നില്ല. അവരെ വിട്, ഒരു 2 മിനിറ്റ് കുറയ്ക്കുക പ്രാർത്ഥനയുടെ ലെങ്ത്. അവരുടെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താ വിശ്വാസം എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ വിശ്വാസം എന്താ? എന്ത് വിശ്വാസമാ? നമ്മളെ എക്സാമിനേഷന് പാസ്സാക്കാൻ വേണ്ടിയാണോ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്? ആണോ? ഒന്ന് തോറ്റാ എന്താ കുഴപ്പം? എല്ലാവരും എൻ്റെ പുറകെ വരല്ലേ. ഈ തോക്കുന്നുകൊണ്ടുള്ള ഗുണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അടിമാലി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട്, പാസ്റ്ററെ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, 10ാം ക്ലാസ് എക്സാം എഴുതിയിട്ടുണ്ട്, ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കാം. എന്നിട്ട് പുള്ളി പറഞ്ഞു തോറ്റാൽ അവനെ ഞാൻ ബൈബിൾ കോളേജ് വിടുന്നു പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ പറഞ്ഞു എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു അല്ല, പ്രീ ഡിഗ്രി അന്ന് പ്രീ ഡിഗ്രി തീരാൻ പോകുന്ന സമയം. പ്രീ ഡിഗ്രിക്കൊക്കെ ഭയങ്കര അഡ്മിഷന് വേണ്ടി ഭയങ്കര ക്യൂ ആണ്. പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ MBBSന് എൻട്രൻസിനുള്ള ക്യൂ. പിന്നെ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിധത്തിൽ 10, 25, 30 ലക്ഷം രൂപ കൊടുത്ത് പാസ്സായാൽ പിന്നെ MBBS ഡോക്ടറെ അടുത്ത് നമ്മൾ തലവേദനയ്ക്ക് പോലും മരുന്ന് മേടിക്കാൻ പോകില്ല. MD എടുക്കണം, 2 കോടി രൂപയെങ്കിലും പോക്കാണ്. എല്ലാം കൂടെ കണക്കൂട്ടി നോക്കുമ്പോൾ അത്രയും ക്യൂ ഇടി എൻട്രൻസ് എക്സാമിനേഷന് പോകുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന വിശാലമായി കിടക്കുന്ന ബൈബിൾ കോളേജുകളിലോട്ട് പോകുന്നത്. അവിടെയാണ് സുവിശേഷ വേലയ്ക്കാണ് ആളെ പോലും തികയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഭയങ്കര ദേഷ്യത്തിൽ എന്നെ നോക്കിയിട്ടങ്ങ് പോയി. എക്സാം കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ ഞാൻ പുള്ളിയെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പം ഞാൻ പുള്ളിയോട് ആദ്യമേ ചോദിച്ച ചോദ്യം ഇതാ, മോൻ തോറ്റുമല്ലേ പരീക്ഷയ്ക്കെന്ന് ചോദിച്ചു. അന്നൊക്കെ ആൾക്കാർ തോക്കുമായിരുന്നു. ഇന്നാ 99% പാസ്. അന്ന് പിള്ളേർ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ തോറ്റുപോകും. തോറ്റുപോയി പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ കോളേജിൽ വിട്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒരു ചാൻസും കൂടെ കൊടുത്തിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം കൂടെ തോറ്റാലേ ബൈബിൾ കോളേജ് വിടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ഗതി പിടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ബൈബിൾ കോളേജ് വിടുള്ളൂ. അപ്പോൾ തോക്കുന്നതാണോ ജയിക്കുന്നതാണോ ഇവന് നിത്യതയിൽ ലാഭം? ഏതാ ലാഭം? ജയിക്കുന്നവന് ഭാഗ്യമല്ല, തോക്കുന്നതാ ഭാഗ്യം. കാരണം നേരെ സുവിശേഷത്തിലേക്ക് അങ്ങ് പോയാൽ മതി. നല്ല ഐഡിയ അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയാ കർത്താവ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നല്ല സ്റ്റൈലായിട്ട് നടക്കാൻ വേണ്ടി, എനിക്കൊരു കാറും വീടും കിട്ടാൻ വേണ്ടി, എനിക്ക് എന്താ പറയുന്നത് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി, നല്ലൊരു കല്യാണം കഴിക്കാൻ വേണ്ടി. ഇതിനു വേണ്ടിയാണോ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്? എൻ്റെ സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ എന്തിനു വേണ്ടിയാ കർത്താവ് വന്നത്? നിങ്ങൾ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറയാം, അതിനു വേണ്ടിയാണോ വന്നത്? എന്താ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്? നമ്മൾ എന്തിനു വേണ്ടി എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ത്യകാലത്ത് എങ്ങനെയാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഒലിച്ചു പോയതെന്ന്. അല്ലേ, നിങ്ങൾ ഓർമ്മയുണ്ടോ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ? ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഒലിച്ചു പോയ കാര്യം ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല എന്തിനാ കർത്താവ് ശരിക്കും വന്നതെന്നും എന്താ സംഭവിക്കും. നമ്മുടെ പിള്ളേർക്ക് അറിയത്തേയില്ല. അവർ വിചാരിക്കുന്നത് വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കുക, ഈ പാസ്റ്റർമാരെല്ലാം കൂടെ സ്റ്റേജ് നിന്നുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി വരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇത് വെളിയിൽ പറയരുത്. ഇവിടെ അടുത്ത് വേണമെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കത്തില്ലെങ്കിലും ഇവിടെ ഓടിയാൽ ഓടി എത്താവുന്ന ഒരു സ്ഥലത്ത് ഒരു സഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. അപ്പം എനിക്കൊരു റിമോട്ട് കണക്ഷൻ ഉണ്ട് ആ ചർച്ചുമായിട്ട്. ഞാൻ പണ്ടവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അതാണ് റിമോട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. സ്ഥിരമല്ല കേട്ടോ, ഒരു 21 ദിവസത്തേക്ക്. എന്തൊക്കെയാണ് ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ആദ്യത്തെ ദിവസം വിടുതൽ കൊടുക്കുന്ന ഒരു ശുശ്രൂഷകൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് വിടുതലാണ്. അത് ഒക്ടോബർ 1 വിചാരിച്ചോ. ഇത് ഒക്ടോബർ മാസമാണ്, ഒക്ടോബർ അല്ലേ? ഓക്കെ, ഒക്ടോബർ 1 വന്ന് പറയാണ് ഇന്ന് വിടുതലാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഭയങ്കരമായിട്ട് സ്പ്രിങ്ങിൽ കയറി. സ്പ്രിങ് എന്ത് ചെയ്താൽ നിൽക്കുന്നില്ല, ഭയങ്കര ഓസിലേഷൻ. വിടുതല കിട്ടിയെന്ന് വിചാരിച്ച് അവർ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ അവർ വന്നു, വേറൊരു വിടുതൽ കൊടുക്കുന്ന പാസ്റ്റർ വന്നു. അദ്ദേഹം പറഞ്ഞു ഇന്നാണ് വിടുതൽ, ഇന്ന്. അപ്പൊ ഇന്നലത്തെ കാര്യമോ? 21 ദിവസം അവർ പറഞ്ഞു ഇപ്പൊ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്, ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. 21ാമത്തെ ദിവസം ഇരിക്കുന്നെങ്കിൽ ചിന്തിക്കേണ്ട, 20 ദിവസമായിട്ട് നടന്നില്ല. അന്നേരമല്ല ഇപ്പോ എന്ന് പറയുമായിരുന്നു. ഇപ്പോഴും അത് തന്നെ പറയുന്നത്. ഇനി ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിയാലും അത് തന്നെ പറയും. ഇതിനിടയിൽ ഒന്നും നടക്കത്തുമില്ല. വല്ലതൊക്കെ നടക്കുമായിരിക്കും, നടക്കൂല ഞാൻ പറയുന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും ഇന്നെന്ന് പറയുമ്പോൾ ലോട്ടറിക്കാർ പറയുന്ന പോലെയല്ല, നടക്കത്തില്ലെന്നുള്ളതുള്ളൂ. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഈ ഉദാഹരണം ഞെട്ടിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഈ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അതിവിശുദ്ധ വിശ്വാസം എടുത്തു കളഞ്ഞ് ഉപജീവന ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഉപദേശം നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇത് ഈ ഒരു സൈഡിലോട്ട് പോയാൽ കാണുന്ന കാഴ്ചയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് അതേ ദൂരം വേറൊരു ദിശയിൽ പോയാൽ അവിടെ നടന്നൊരു കാര്യമാണ്. അവിടെ CSI ചർച്ചിലെ ഒരു സഹോദരൻ കൊയർ മാസ്റ്റർ ആയിരുന്നു അവിടെ. അദ്ദേഹം CSI ചർച്ചിൽ നിന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു പെൻഡക്കോസ്റ്റൽ വിടുതൽ സഭയിൽ ചേർന്നു. ഇപ്പോൾ വിടുതൽ സഭയിൽ ചേർന്നു. പുള്ളി സഭയിലോട്ട് കാലെടുത്ത് കുത്തലും. പുള്ളി ഭയങ്കര പ്രശസ്തനായ ഒരു വീഡിയോഗ്രാഫറായിരുന്നു. ഗവൺമെന്റിന്റെ പ്രോഗ്രാമുകൾ, ഈ
എന്താ മാമൻ മാപ്പിള പോലെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന പ്രോഗ്രാമുകൾ, അതുപോലെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളുടെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എപ്പോൾ അയാൾ സഭയിലോട്ട് കാലെടുത്ത് കുത്തിയോ ഒരൊറ്റ ആൾ പോലും പുള്ളിയെ വിളിക്കാതായി. ഫോൺ സൈലന്റ്, ആരും വിളിക്കുന്നില്ല. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. അദ്ദേഹം ഒരു ദിവസം കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി മങ്ങി വരുന്നു. ജീവിക്കാൻ ആഹാരമില്ലാത്ത അവസ്ഥയായി. കണ്ണിന് കാഴ്ച മങ്ങി മങ്ങി വന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നു. 25,000 രൂപയുടെ ഇഞ്ചക്ഷൻ ഓരോ പ്രാവശ്യം, മാസം 6 മാസം, എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല. കാലിന് വേദന കാരണം പുള്ളിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. ഒരു ജോലിയിൽ ആരും വിളിക്കുന്നില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം പുള്ളിക്ക് മനസ്സിലായി ഈ പാസ്റ്റർ പുള്ളിയെ ശരിക്കും പറ്റിക്കുകയാണെന്നൊരു സംശയം പുള്ളിക്ക് തോന്നി. പുള്ളിയെക്കുറിച്ച് പ്രവചിക്കുന്ന ചില പ്രവചനങ്ങളിൽ പുള്ളിക്ക് സംശയം തോന്നി. ഇത് മുൻകൂട്ടി എങ്ങനെയോ അറിഞ്ഞിട്ടാണ്. എന്തായാലും ആ സംശയത്തിൻ്റെ പേരിൽ പുള്ളി പറഞ്ഞു ഇനി മേലാൽ ഞാൻ ഈ സഭയിലേക്ക് വരുന്നില്ല. നേരെ സഭയിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങലും ഫോൺ കോളുകളുടെ ബഹളം. ഏഷ്യാനെറ്റിൽ നിന്ന് 10 ദിവസത്തേക്ക് പുള്ളി പോയി. ഇത് റിയലി എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി, ഞാൻ അറിയാവുന്ന ആളാണ്. വേണേൽ പേര് വരെ പറയാം, പറഞ്ഞാൽ പ്രശ്നമാവുന്നതുകൊണ്ട് പറയാത്തതാണ്. ഇപ്പം നിന്ന് തിരിയാൻ സമയമില്ല. ഒരു ദിവസം പുള്ളി ഓട്ടോയിൽ ഇങ്ങനെ പോകുന്നതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയപ്പം മുമ്പിൽ ഓട്ടോയുടെ ബാക്കിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് പുള്ളിക്ക് ശരിക്കും വായിക്കാം. പുള്ളിയുടെ കണ്ണിൻ്റെ മങ്ങലും ഡിസപ്പിയർ ചെയ്തു. ഞാൻ ഈ അത്ഭുതം ഓർത്തിട്ട് ഞാൻ IPCയിൽ ഒരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷി ഞങ്ങളുടെ ചർച്ചിൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, വേണേൽ നിങ്ങൾ നോക്കിയാൽ കേട്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞു ഇങ്ങനൊരു അത്ഭുതം നടന്നു, എന്താ സംഭവം? അപ്പം അദ്ദേഹം പറഞ്ഞു ഇതൊരു സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുതൽ വാഗ്ദത്തം ചെയ്തുകൊണ്ടിരിക്കും. വിടുതൽ കിട്ടത്തില്ല. കിട്ടിയ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല. കിട്ടിയ പിന്നെ എന്തിനാ വരുന്നത്? അപ്പം വിടുതൽ കിട്ടില്ല, എന്നാൽ നാളെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഈ വിടുതൽ തരുന്ന ആൾക്കാരുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. അയാൾ മാത്രം മുതലാളിയാവും, ബാക്കി വിശ്വാസികളെല്ലാം ഇങ്ങനെ കിടക്കും. ഇത് ഒത്തിരി സഭകളിലും ഈ വിടുതലില്ലാതെ ഇങ്ങനെ കിടക്കുന്ന, വർഷങ്ങളായിട്ട് ഇപ്പം വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് കിടക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അവർ വല്ലാതെ യാചിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പം ഞാൻ ഓർത്ത ഒരു കഥ എന്താണെന്നറിയോ? 1970 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാം? ചരിത്രം പഠിക്കുന്നവരെ, 1970 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പം ഇന്ദിരാഗാന്ധി ദാരിദ്ര്യം ഇന്ത്യയിൽ നിന്ന് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 20 ദിന പരിപാടി കൊണ്ടുവന്നു. 20 ദിന പരിപാടി, 20 പോയിന്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അന്നേരം ഒരാൾ ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചു ഈ ദാരിദ്ര്യം പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും? അപ്പം ഇന്ദിരാഗാന്ധി ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്, ഇന്ദിരാഗാന്ധി വന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നാണല്ലോ. അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്ദിരാഗാന്ധി വന്ന് രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് വലിയ സമ്പത്ത് വരാൻ പോകുന്നു. അപ്പം നിങ്ങൾ പറയാം ഞങ്ങൾക്ക് കർത്താവിൻ്റെ സമ്പത്ത് ഇഷ്ടം പോലെ, അത് മുഴുവൻ പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റർക്ക് പിന്നെ നിങ്ങളോട് ശുശ്രൂഷിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഈ വിടുതലിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കണം. ഈ ഉപജീവന ചിന്ത, നാളെ എന്ത് സംഭവിക്കും, ഈ ഒരു ചിന്തക്കകത്ത് നമ്മളെ കുരുക്കിയിട്ടിട്ടാണ്. അപ്പോഴും ഈ പുള്ളിക്ക് ഒരു കോളിംഗ് ഇല്ലാത്തപ്പോഴും ഒരു വിളിയും വരാത്തപ്പോഴും പാസ്റ്റർ പ്രവാചകന്മാരൊന്ന് തലയെ കുരുക്കിയിട്ട് പറയുന്നുണ്ട് അടുത്ത ആഴ്ച വിടുതലാണ്, ഈ മെയ് മാസത്തോടു കൂടി നിനക്കെതിരെ ആരോ കൂടോത്രം ചെയ്തിരിക്കുകയാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പുറകിൽ ഒരു ഈവിൽ സ്പിരിറ്റ് ഉണ്ട്. അതായത് വിശ്വാസത്തെ തകർത്ത് കളയുന്ന അന്ത്യകാല വ്യാപാരങ്ങളിലൊന്നാണ് ഒരിക്കലും വിടുതലില്ലാതെ ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് അപ്പോഴും ഈ അഭിഷിക്തൻ കൈവച്ചാൽ വിടുതൽ വരും, അല്ലെങ്കിൽ അടുത്ത അഭിഷിക്തൻ വരുമ്പോൾ പുള്ളി കൈവച്ചാൽ വിടുതൽ വരും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പിന്നാലെ നടക്കുന്ന ഒരു സംഘം ആൾക്കാർ. ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ സഭകൾ മുഴുവൻ, സത്യസുവിശേഷം ഒരു കാലത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സഭകൾ മുഴുവൻ ഉപജീവന ചിന്തകളിൽ കുരുങ്ങി അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ, ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ, രക്ഷയുടെ ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ, കർത്താവ് വന്നാൽ പോകുമോ
എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ആ ദയനീയമായ പരമാർത്ഥം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരുങ്ങാം എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. എന്നിട്ടാണ് നാളെ നമ്മൾ കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ പോകുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ പെട്ടെന്ന് ഇത് സംഭവിക്കും. അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എല്ലാ സന്തോഷം സന്തോഷം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പറൂസ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം കണ്ണിമയ്ക്കുന്ന നേരത്തിൽ പ്രത്യക്ഷമാവുക എന്നാണ്. അതായത് വി ഡോണ്ട് ഗെറ്റ് ടൈം ഈവൻ ടു ബ്രീത്ത്. ആ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പതുക്കെ ഒരുങ്ങിയാൽ മതി, നാളെ ഒരുങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും കർത്താവ് വരാറായി അതുകൊണ്ട് ഒരുങ്ങണം. എനിക്ക് അതിനോട് യോജിപ്പില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിന് വേണ്ടി എൻഗേജ്ഡ് ആയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പുരുഷൻ ഇന്നത്തെ പോലെ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ ആണെന്ന് വിചാരിക്കുക. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പം പെൺകുട്ടി ഇവിടെ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കല്യാണം 2025 നടക്കുമെന്ന് ഇവർ ഇപ്പം മുൻകൂട്ടി ഫിക്സ് ചെയ്തിടുമല്ലോ. അങ്ങനെയൊക്കെ അല്ലേ? ഇപ്പം 2025 കല്യാണം നടക്കുമെന്ന് പെൺകുട്ടി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയാം മണവാളൻ താമസിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ലൈൻ അടിക്കുമോ? പഞ്ചാര അടിക്കുക എന്നുള്ള പഴയ വാക്കാണ്. ഇപ്പോൾ പഞ്ചാരടിയൊന്നും ഇല്ല അല്ലേ, ലൈനടി എന്നേ പറയാറുള്ളൂ തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ശൃംഗാരമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. കാരണം എന്താ, ഈ മണവാളൻ വരുമ്പോഴേക്കും ഒരുങ്ങിയാൽ മതിയല്ലോ. ആ ആൾ ശരിയാണോ? ഈ ബ്രൈഡ് ശരിയാണോ? ഈ മണവാളൻ വരുന്നതിന് തൊട്ട് മുമ്പ് നന്നായേക്കാം എന്ന് വിചാരിക്കുന്ന ബ്രൈഡ്, മണവാട്ടി ശരിക്കും മാനസാന്തരപ്പെട്ടതാണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? അപ്പോൾ എപ്പോഴാണ് മണവാട്ടി ഒരുങ്ങേണ്ടത്? എപ്പോഴാണ് മണവാട്ടി ഒരുങ്ങേണ്ടത്? മണവാളന്റെ വണ്ടി അവിടെ നിന്ന് പുറപ്പെടുമ്പോഴാണ് ഒരുങ്ങേണ്ടത്? അല്ല, ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എന്ന് കല്യാണം നടക്കാനും ആ മണവാട്ടി റെഡി ആയിരിക്കണം അല്ലേ? അപ്പോൾ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ അന്ത്യകാലത്ത് മാത്രം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന മോമെന്റിൽ സംഭവിക്കേണ്ട കാര്യമാണ്. രക്ഷിക്കപ്പെടുന്ന മോമെന്റിൽ തന്നെ, ആ നിമിഷം തന്നെ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഞരക്കത്തോടുകൂടിയുള്ള കാത്തിരിപ്പ് ആരംഭിക്കുക. അതുകൊണ്ട് നമ്മൾ കാലമല്ല നോക്കുന്നത്, നമ്മൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. കാരണം ഈ സഭയുടെ വിശുദ്ധീകരണം നടക്കേണ്ടത് ആവശ്യമാണ്. അശുദ്ധമായ ഒന്നിനെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. അപ്പോൾ ആഗോള സഭ, കർത്താവിൻ്റെ സഭ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സ്റ്റേജില് യേശുക്രിസ്തുവിൻ്റെ തോളോളം തലയോളം വളർന്ന മണവാട്ടിയായി നിൽക്കാൻ പറ്റുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവവും വിശുദ്ധിയുമുള്ള ഒരു കൂട്ടം അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലിക ഉപദേശം നമുക്ക് വളരെ പ്രധാനമായിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നിങ്ങൾ 9 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ പോകും എന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങൾക്ക് ഉണ്ടായി സമാധാനമായിട്ട് കിടന്ന് നിങ്ങൾ ഉറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇത് ഞാൻ വിചാരിച്ചാൽ നടക്കുന്നൊരു പരിപാടിയല്ല. അത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം പുത്രത്വത്തിൻ്റെ വാഗ്ദത്തങ്ങൾ തരുന്ന ഒരു ഉപദേശമല്ല, പുത്രത്വത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇനി ഞാൻ നിങ്ങളോട്, നിങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാൻ ശ്രമിക്കാം. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് തലയാട്ടിയാൽ മതി. ഓക്കെ? എൻ്റെ പാസ്റ്ററെ, ഒന്നും ശരിയായിട്ടില്ല. കർത്താവ് പറഞ്ഞ പോലെ ഒന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ല. കർത്താവ് വന്നാൽ എങ്ങനെ പോകാനാ? ഇതല്ലേ അഭിപ്രായം? ആണോ അല്ലയോ? മിണ്ടുന്നില്ല. അപ്പൊ തലയാട്ടിയിട്ടില്ല ആരോ. അപ്പൊ അതല്ല. എന്തുകൊണ്ടാണ് പോകില്ല എന്ന് വിചാരിക്കുന്നത്? കർത്താവ് പറഞ്ഞ പോലെ ഒന്നും ആയിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിലിരിപ്പം ഞാൻ പറയാം. പ്രവചനം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ശരിയാണെന്ന് നോക്കിയാണ്. തലയാട്ടാന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഏതാണ്ട് ഒരു എക്സാമിനേഷന് 100-ൽ 35 കിട്ടിയാൽ ഞാൻ പാസ്സാവും. എൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് ഞാൻ സ്നാനപ്പെട്ടതും ആരാധനയ്ക്ക് വരുന്നതും ആഭരണം ഊരിയതും മീശ ക്ലീൻ ഷേവ് ആക്കിയതും, മണവാട്ടിക്ക് മീശയില്ലല്ലോ, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി ഞാനൊരു 32 മാർക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ പോകുമോ ഇല്ലയോ എന്നറിയാൻ മേല. അപ്പം ഈ ഒരു ഉപവാസ പ്രാർത്ഥനയോടെ, ഈ ഒരു ബൈബിൾ സ്റ്റഡിയോട് കൂടി ഞാൻ കുറച്ചും കൂടെ നന്നായി ഒരു 35 സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും
അപ്പുറത്ത് ചാടാം എന്ന് വിചാരിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. ആ 3 മാർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ? എന്തോ ഒരു കുറവ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരിക്കലും നമ്മൾ ആയി എന്നൊരിക്കലും തോന്നില്ല. എപ്പോഴും ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ വഴി നോക്കിയാൽ, നമ്മുടെ പ്രവൃത്തികളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വൃത്തികെട്ട സ്വഭാവത്തിലേക്കും നോക്കിയാൽ പ്രത്യാശ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ വേറൊരു വഴിയെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധരായി ഞാൻ സ്വർഗത്തിൽ പോകും, ഇന്നല്ലെങ്കിൽ നാളെ, ഒരു 5-6 വർഷം ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കൽപ്പനകളെല്ലാം അനുസരിച്ച് സ്വർഗത്തിൽ പോകും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോടുള്ള സത്യം തുറന്നു പറയാൻ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. അത് ചിന്തിക്കുക പോലും വേണ്ട. നമ്മൾ ആരും നന്നാവില്ല. ഇങ്ങനെ നിങ്ങളുടെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ തുറന്നു പറയാം, ഉള്ള സത്യം. പണ്ട് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരു പാമ്പിനെ ഒരു മനുഷ്യൻ, ഒരു പാമ്പും ഒരു കുഞ്ഞു പാമ്പ് ഈ ഐസിന് മുകളിൽ തണുത്ത് വിറച്ച്, ഐസുള്ള സ്ഥലമാണ്, ഇവിടെ അല്ല കേട്ടോ, ദൂരെ ഒരു സ്ഥലം നടന്ന കാര്യമാണ്. ഇത് ട്രംപായി കഥ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു ഗൂഢോദ്ദേശത്തോടുകൂടി പറഞ്ഞ, പക്ഷെ ട്രംപ് പറയുന്നതിന് മുമ്പ് എനിക്ക് കഥ അറിയാമായിരുന്നു. അപ്പം ഈ ഐസിന്റെ മുകളിൽ ഒരു പാമ്പ് കുഞ്ഞ് ചാവാറായി കിടക്കുന്ന കണ്ടപ്പം ഭയങ്കര കരുണയുള്ളൊരു മനുഷ്യൻ അതിലെ കടന്നു പോകായിരുന്നു. പുള്ളിക്ക് ഈ പാമ്പിന്റെ കുഞ്ഞ് കിടന്ന് പിടയ്ക്കുന്ന കണ്ടപ്പം, തളർന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ട് ആ പാമ്പിന്റെ കുഞ്ഞിനെടുത്ത് പോക്കറ്റ് വെച്ചു. കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോൾ ഈ മനുഷ്യന്റെ ദേഹത്തെ ചൂടടിച്ച പാമ്പിന് ജീവൻ വെച്ചു. അതൊരു കൊത്തു വെച്ചു കൊടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ ആ പാമ്പിനോട് സംസാരിച്ചു. ഏത് ഭാഷയിലും ചോദിക്കരുത്, കഥയാണ്, കഥയിൽ ചോദ്യമില്ല. ഈ പാമ്പിനോട് ചോദിച്ചു, പാമ്പേ, ഞാൻ നിന്നെ രക്ഷിച്ചു, നീ ചത്തുപോയനെ അവിടെ കിടന്ന്, ഞാൻ നിന്നെ രക്ഷിച്ചു, എൻ്റെ ചൂട് തന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു, നീ എന്നെ കൊന്നു, ഞാൻ മരിക്കും, എൻ്റെ ശരീരത്തിലെ ചൂട് പോവും, നീ മരിക്കും, നീ എന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദിക്കുമ്പം പാമ്പ് പറയും, ഞാനൊരു പാമ്പാണ്, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ എഴുന്നേറ്റ് താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ് എന്ന് പറയുന്നു വിചാരിച്ചോ? അതോ നീ എന്നെ രക്ഷിക്കുന്നുണ്ട് ഞാൻ അങ്ങ് ഇതോടെ അങ്ങ് നന്നാവെന്ന് വിചാരിച്ചോ? എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കറിയാമായിരുന്നല്ലോ ഞാനൊരു പാമ്പാണെന്ന്. ഒന്നുകിൽ നീ എന്നെ അവിടെ വെച്ച് തല്ലിക്കൊല്ലണമായിരുന്നു, അല്ലെങ്കിൽ പോയി ചാവട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. ഇതൊന്നും ചിന്തിക്കാതെ നീ എൻ്റെ പോക്കറ്റിൽ വെച്ചാൽ എൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കാൻ, എനിക്ക് ജീവൻ വന്നാൽ എൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതം. എന്ത് ചെയ്താലും നന്നാകാത്ത ഒരു വൃത്തികെട്ട പ്രകൃതം നമുക്കുണ്ട്. നമ്മൾ തീരുമാനിക്കും, ഇപ്പം ഇത് നവംബർ അല്ലല്ലോ, ഒക്ടോബർ ആണല്ലോ, നവംബർ ആകാൻ പോവുക, ഡിസംബർ കഴിഞ്ഞൊരു ജനുവരി 1 രാത്രി ശുശ്രൂഷയുണ്ട്, അന്നൊരു തീരുമാനം എടുക്കലുണ്ട്. എൻ്റെ പാപം ഈ 31-ാം തീയതി രാത്രി മണിയടിക്കുമ്പം തീരില്ല. ആ 31-ാം തീയതി രാത്രിക്ക് യാതൊരു പ്രത്യേകതയില്ല. അത് ഇന്ന് രാത്രി പോലെ തന്നെ ഉള്ളൂ. ജനുവരി 1-ാം തീയതി സൂര്യൻ ഉദിക്കുമ്പം പ്രത്യേകിച്ച് ബ്രൈറ്റായിട്ട് ഉദിക്കുന്നൊന്നുമില്ല. അത് ഇതേപോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് ഡിസംബർ 31 എന്നുള്ളത് സോളാർ സിസ്റ്റം വെച്ചുള്ള കണക്കൂട്ടലാണ്, അല്ലെ സോളാർ ഇയർ വെച്ചുള്ള കണക്കൂട്ടലാണ്. അങ്ങനെയൊന്നും ആണോ ഈ വർഷം മാറുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ആ രാത്രി 12 മണി എനിക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ നടപ്പാവുന്നതാണ് പറയുന്നത്. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, 2 വർഷം മുമ്പ് നിങ്ങളെടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ പോലും കാണുകയില്ല. ഈ നന്നാവില്ല എന്നുള്ളൊരു പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കാം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞ കൽപ്പനകളിൽ ഒത്തിരി കഠിനമായ കൽപ്പനകളുണ്ട്. ചില കൽപ്പനകളൊക്കെ ശത്രുക്കളെ സ്നേഹിക്കുക, കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക, നിന്റെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ കൂടെ ചാർജറും കൂടെ കൊടുത്തു വിടുക, നിന്റെ കാർ ആരെങ്കിലും കള്ളത്താക്കോലിട്ട് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ താക്കോലും
RC ബുക്കും കൊടുത്തോ, എടുത്തോ മോനെ എന്ന് പറയുക. ഇങ്ങനെ വലിയ വലിയ കൽപ്പനകൾ കർത്താവ് ഒത്തിരി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയ കൽപ്പന ആ ധനവാനായ യൗവനക്കാരനോട് പറഞ്ഞ കൽപ്പനയാണ്. എന്താ പറഞ്ഞത്? നീ ചെന്ന് നിനക്കുള്ളതൊക്കെയും വിറ്റ് സഭയ്ക്ക് കൊടുത്തിട്ട് അവർ 2 കെട്ടിടം പണിയുന്ന കണ്ടിട്ട് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ചെയ്തേനെ. കാരണം ഇന്ന് സഭ പണിയാൻ കാശ് കൊടുത്താൽ അറ്റ്ലീസ്റ്റ് കൺവെൻഷൻ പ്രസംഗിക്കാനെങ്കിലും 1 മണിക്കൂർ കിട്ടും. ഇതിന് നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറി നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി നോക്കണം. സൈമണി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. SIMONY, സൈമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ശുശ്രൂഷ ഇങ്ങോട്ട് വാങ്ങിക്കുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് സൈമണി. ഇത് എവിടെ നിന്ന് വന്നറിയോ? സൈമൺ ദ മാഗസ് എന്ന് പറയുന്ന ആള് അപ്പോസ്തലന്മാരുടെ അടുത്ത് ചെന്ന് ദ്രവ്യം കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവരൊക്കെ ആത്മാവിനെ പ്രാപിക്കാൻ തക്ക രീതിയിൽ എനിക്ക് ആ ഗിഫ്റ്റ് തരണമെന്ന് ചോദിച്ചതിന് പൈസ കൊടുത്ത് ശുശ്രൂഷ വാങ്ങിക്കുന്നതിന് ആ സൈമന്റെ ഷീമോന്റെ പേര് വെച്ച് ഇംഗ്ലീഷുകാരൊരു വാക്ക് കണ്ടുപിടിച്ചു, സൈമണി. ഇനിയിപ്പം ഡിക്ഷണറി നോക്കാൻ പോണ്ട, ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. സൈമണി, SIMONY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളെ ചർച്ചിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ആദായം കേട്ടോ. കാരണം അവർ നിങ്ങളെ ബഹുമാനിച്ച് കളയും, വല്ലാതെ അങ്ങ് ബഹുമാനിക്കും. അപ്പം നമ്മൾ വിചാരിക്കും 5 ലക്ഷം പോയാലും കുഴപ്പമില്ല, ഇത്രയും ഭയങ്കര ഒരു ബഹുമാനം, അതൊരു ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നീ ഇതെല്ലാം കൊണ്ടുപോയി തിരിച്ചൊരു താങ്ക് യു പോലും, അച്ചായോ താങ്ക് യു എന്ന് വൈബ്രേഷൻ കൊണ്ട് പറയാൻ പറ്റാത്ത വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാർക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങ് പോരെ. അപ്പോൾ അവന് ഭയങ്കര സമ്പത്തുള്ളവനായതുകൊണ്ട് അവന് ഭയങ്കര ദുഃഖമായി. നമുക്കറിയാം, ഈ ഉള്ളവർക്കാണ് കൊടുക്കാൻ പ്രയാസം, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ഒരു പ്രയാസമില്ല. പണ്ട് ഇതൊരു കഥയാണ്, എനിക്ക് കഥ പറയുന്നത് ഇഷ്ടമില്ല, എന്നാലും ഒരു കഥ കൂടെ പറയാം. ഒരു പാസ്റ്ററും ഒരാളും കൂടെ തമ്മിൽ സംസാരിക്കാം. ഒരച്ഛനാ കഥയിൽ കേട്ടോ, അച്ഛനും മത്തായിച്ചനും എന്നാ കഥയുടെ പേര്. അച്ഛൻ മത്തായിച്ചോണ്ട് ചോദിക്കുക, മത്തായിച്ച നിനക്ക് 2 വീടുണ്ടെങ്കിൽ നീ ഒരു വീട് ഇല്ലാത്ത ആൾക്ക് കൊടുക്കുവോ? പറഞ്ഞു, ഉറപ്പായിട്ടും കൊടുക്കും അച്ഛാന്ന് പറഞ്ഞു. അടുത്ത, നിനക്ക് 2 കാറുണ്ടെങ്കിൽ നീ ഒരു കാറ് ഇല്ലാത്ത ആൾക്ക് കൊടുക്കുവോ? ഉറപ്പായിട്ടും കൊടുക്കും. നിനക്ക് 2 കാളയുണ്ടെങ്കിൽ ഒരു കാള നീ ഇല്ലാത്ത ആൾക്ക് കൊടുക്കുവോ? അച്ഛ ഉറപ്പായിട്ടും കൊടുക്കുന്നു. അടുത്ത് ചോദിച്ചു, നിനക്ക് 2 ആടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അത് മാത്രം കൊടുക്കൂല. അപ്പൊ അച്ഛൻ ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് 2 ആടുണ്ടെന്ന്, മറ്റേതില്ല. അപ്പൊ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പറയും, ഓ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കാശ് കൊടുക്കാൻ മനസ്സുള്ളവർക്ക് കാശില്ല. കേട്ടിട്ടില്ലേ? കാശ് ഒട്ടും കൊടുക്കാത്തവർക്ക് ഇഷ്ടം പോലെ കാശാ. അവർക്ക് എങ്ങനെയാ കാശ് വന്നത്? അവര് കൊടുക്കൂല. ഇനി നമുക്ക് അഥവാ കാശ് വരുമായിരുന്നെങ്കിൽ നമ്മളും കൊടുക്കൂലായിരുന്നു. കാരണം ഇതിനൊരു കഥയും കൂടെ പറയേണ്ടതാണ്, അതുകൂടെ പറഞ്ഞേക്കാം. ഒരു ധനവാനായ മനുഷ്യൻ, അയാളുടെ വീട്ടിൽ എപ്പോഴും അയാൾ മാത്രമേ ഉള്ളൂ, അയാൾക്ക് സമാധാനമില്ല, ഉറങ്ങാൻ പറ്റത്തില്ല, രാത്രി വന്ന ഉറക്കമില്ല, കാശ് ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത വീട്ടിൽ ഒരു വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. അയാൾ വൈകിട്ട് അധ്വാനിച്ചിട്ട് വരുന്നു, വീട്ടുകാരുമായിട്ട് പിള്ളേരുമായിട്ടൊക്കെ കളിക്കുന്നു. അയാൾ വെളിയിൽ പോയി ബോണ്ടായൊക്കെ മേടിച്ചിട്ട് വരുന്നു. വൈകിട്ട് പിള്ളേരെല്ലാം കൂടെ ബോണ്ടായൊക്കെ തിന്നുന്നു, ഫുട്ബോൾ കളിക്കുന്നു. ഇങ്ങനെ ഭയങ്കര രസമായിട്ട് അവർ ജീവിക്കുക, തമാശയും ചിരിയും കളിയും. അപ്പം ഇയാൾ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ്, അയാളുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല, പക്ഷെ അവർ ഭയങ്കര സമാധാനം അനുഭവിക്കുന്നു. ഇതെന്താണ് ഇതിൻ്റെ ഗുട്ടൻസ്? എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അമ്മാരെ ഒരു പണ്ഡിതൻ അതുവഴി വന്നു. അപ്പോൾ ഇവനെ വിളിച്ചിരുത്തി ഈ സംശയം ചോദിച്ചു, അതെന്താ ആ വീട്ടിൽ ഇത്ര സന്തോഷം? അവിടെ നയാ പൈസ കയ്യിലില്ല, അവർക്ക് എല്ലും ദൂരമായിട്ടിരിക്കുന്നത്, ശരിക്കും ആഹാരം പോലും കഴിക്കാനില്ല, എന്നാലും അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, അതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരുന്നതിനേക്കാളും നല്ല നമുക്കൊരു ഡെമോൺസ്ട്രേഷനായിട്ട് ഞാൻ കാണിച്ചു തരാം. നീ ഒരു സഞ്ചിയും ഒരു 49 സ്വർണ്ണ നാണയങ്ങളും ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. ഈ പുള്ളി എന്ത് ചെയ്തു, ഒരു സഞ്ചി എടുത്തിട്ട് അതിനകത്ത് 49 സ്വർണ്ണ നാണയങ്ങൾ എടുത്തു. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ കിളയ്ക്കാൻ വരുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയിട്ടു. ഇയാൾ രാവിലെ തൂപ്പാപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ചെന്ന് നോക്കിയപ്പോൾ ദാ ഇരിക്കുന്ന ഒരു സഞ്ചി തുറന്ന് നോക്കിയപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ. ഇതുവരെ ഒരു നയ പൈസ ഇല്ലായിരുന്നവനാണ്. സ്വർണ്ണ നാണയം എണ്ണി നോക്കിയപ്പോൾ 49. അയാളുടെ മനസ്സിൽ കൂടെ എന്ത് പോയി കാണും? ഒരു നാണയം എവിടെയോ മിസ്സായിട്ടുണ്ട്. പുള്ളി ആ പറമ്പ് മുഴുവൻ കിളച്ചു മറിച്ചു ആ ഒരു നാണയത്തിന് വേണ്ടി. കിട്ടിയില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 49 സ്വർണ്ണ നാണയം കിട്ടിയവന് സമാധാനമില്ല. കാരണം 50 തേക്കാതെ ഒരെണ്ണം മിസ്സായി പോയി എന്ന് അവനറിയാം. വീട്ടിലൊന്നും ബോണ്ട ഇല്ല. കാരണം എന്താ? അത് സൂക്ഷിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ.
ഈ 50 വീട്ടിൽ ബഹളം, ദേഷ്യം, വഴക്ക്. കാരണം പൈസ വീട്ടിലോട്ട് കൊടുക്കുന്നില്ല. ഇവൻ 50 തേക്കാൻ നോക്കുക. കാരണം ഒന്നും ഇല്ലാത്തപ്പം നമുക്ക് സേവ് ചെയ്യാന്നുള്ളൊരു ചിന്തയില്ല. എന്നാൽ പിന്നെ ഉള്ളതങ്ങ് ചിലവാക്കിയേക്കാന്ന് വിചാരിക്കും. പക്ഷെ സേവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുക. അന്നേരം മനസ്സിലാവും. ഓരോ ചില്ലി പൈസയും നുറുക്കി നുറുക്കി നമ്മൾ എടുത്തെടുത്ത് മാറ്റി വയ്ക്കുമ്പം പാസ്റ്റർമാർക്ക് കൊടുക്കുമോ? ആർക്കും കൊടുക്കില്ല. ഓക്കെ. അപ്പൊ ഈ ധനവാനായ മനുഷ്യൻ ഇങ്ങനെ ഒത്തിരി പൈസ സൂക്ഷിച്ചു വെച്ചിരുന്ന ആളായതുകൊണ്ട് പുള്ളി വളരെ ദുഃഖിച്ച് കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒരൊട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. ഓക്കെ. നിങ്ങൾ സൂചിക്കുഴ കണ്ടിട്ടുണ്ടല്ലോ. ഒട്ടകത്തെ കണ്ടിട്ടില്ലായിരിക്കുമെങ്കിൽ സൂചിക്കുഴ കണ്ടിട്ടുണ്ടല്ലോ. ഈ സൂചിക്കുഴയിൽ ഒരു ഒട്ടകം കടന്നു പോകുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഒട്ടകത്തിൻ്റെ രോമം പോലും ആ സൂചിക്കുഴയുടെ കിടക്കില്ല. നമ്മൾ പലപ്പോഴും ആലോചിക്കും സൂചിക്കുഴ കുറച്ച് വലുതാക്കി വെച്ചിരുന്നെങ്കിൽ നമുക്ക് നൂല് നൂക്കാൻ കോർക്കാൻ എത്ര എളുപ്പമായിരുന്നു. പക്ഷേ സൂചിക്കുഴ വലുതാക്കിയാൽ ആ ഡ്രസ്സ് മുഴുവൻ ചീത്തയാവും. അത്രേ പറ്റുള്ളൂ. അത് കർത്താവ് പറയാണ്, ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ഒട്ടകം. അപ്പൊ ശിഷ്യന്മാർ പേടിച്ചു പോയി. എന്തുകൊണ്ടാണ് പേടിച്ചു പോയത്? അവർ പറഞ്ഞതിന് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? അതെന്താ അവരങ്ങനെ ചോദിച്ചു? ധനവാന്റെ കാര്യം മാത്രമല്ലേ കർത്താവ് പറഞ്ഞോളൂ. ധനവാന്റെ കാര്യം അല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു സൂചിക്കുഴയുടെ കാര്യമാണ്. ഈ ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഒട്ടകം കയറൂല. ഓക്കെ, ഫൈൻ. ആ ധനവാൻ ഒട്ടകമാണെങ്കിൽ ഞാൻ ആരാ? ആ ധനവാൻ ഒട്ടകം കയറില്ല. ഞാൻ ആരായിരിക്കും? അത് വെച്ച് നോക്കിയാൽ ഒരാട് വേണ്ട, ഒരു പൂച്ച ആയിരിക്കില്ലേ, ഒരു പാറ്റ അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പുഴുവിനെ പോലെ സമർപ്പിക്കുന്ന പുഴു, അല്ലെങ്കിൽ വേണ്ട ഒരു ഉറുമ്പ്. ഒന്നും ഈ സൂചിക്കുഴലിൽ കയറില്ല. ശിഷ്യന്മാരുടനെ ചോദിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സൂചിക്കുഴ കൊണ്ടുപോയി നീ വെച്ചാൽ ആർക്ക് രക്ഷപ്പെടാൻ പറ്റും കർത്താവ്? ധനവാന്റെ ഇഷ്യൂ വിട്ടു. അപ്പൊ കർത്താവ് പറയാം, മനുഷ്യരാൽ അത് അസാധ്യം, ദൈവത്താൽ സകലത് സാധ്യം. അപ്പൊ ഒട്ടകത്തെ അല്ല, പൂച്ചയല്ല, പാറ്റയല്ല, എന്തിനേയും സൂചിക്കുഴലൂടെ കടത്തണമെങ്കിൽ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഇനി നിങ്ങൾ കർത്താവിന്റെ കൽപ്പനകൾ നോക്കിക്കേ. കണ്ണു ചൂടുന്നെടുത്ത് എറിഞ്ഞു കളയുക, ഒന്നും മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാ സൂചിക്കുഴകളാണ്. ഇനി ഓരോ കൽപ്പനകൾ നോക്കിക്കേ. കണ്ണ് എത്രയോ പ്രാവശ്യം ഇടർച്ച വരുത്തിയിരിക്കുന്നു. ആ കണ്ണ് അവിടെ തന്നെ ഉണ്ട്. മൂക്ക് എത്ര പ്രാവശ്യം ഇടർച്ച വരുത്തിയിരിക്കുന്നു. അപ്പുറത്തെ വീട്ടിലെ മീൻ വറുത്തതിന്റെ മണം എത്രയോ പ്രാവശ്യം ഇടർച്ച വരുത്തിയിരിക്കുന്നു. ആ മൂക്ക് അതുപോലെ തന്നെ ഉണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഒന്നും അനുസരിച്ചിട്ടില്ല. ഇനി കർത്താവിന്റെ കൽപ്പനകൾ മത്തായിയുടെ സുവിശേഷം 5 മുതൽ നമ്മൾ വായിച്ചു തുടങ്ങിയാൽ ഒരു കൽപ്പന പോലും നമ്മൾ ആരും അനുസരിച്ചിട്ടില്ല. ഗിരിപ്രഭാഷണത്തിൽ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളപ്പോ എങ്ങോട്ട് പോകാനിരിക്കുവോ? ചുമ്മാതാണോ നമ്മുടെ വിശ്വാസം പോയത്? ഒരു പണിയും ചെയ്യാത്ത നമ്മളെ, ഒരു കൽപ്പന അനുസരിക്കാത്ത നമ്മൾ, അത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ കർത്താവിന് മുമ്പിൽ പുകഴാനൊന്നും ഇല്ല. കാരണം കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയും അനുസരിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോവോ? ഇനി എങ്ങനെ പോകും? മനുഷ്യരാൽ അസാധ്യമാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്താലും നടക്കൂല. അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിക്കോദമോസിനോട് കർത്താവ് പറയുമ്പോൾ ഇതിന്റെ എല്ലാ ഉത്തരം, ഈ കൽപ്പനകളെല്ലാം മത്തായി, മർക്കോസ്, ലൂക്കോസിലാണ്. എന്നാൽ അതിന്റെ ഉത്തരം യോഹന്നാന്റെ സുവിശേഷത്തിൽ. അതാണ് ഈ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോഴാണ്
ഈ കൽപ്പനകൾ എങ്ങനെ അനുസരിക്കപ്പെടുന്നതെന്നും എങ്ങനെയാണ് നമ്മളെ കർത്താവ് സൂചിക്കുഴയിലൂടെ വലിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് നിക്കോദെമോസിന് പറയാണ്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ജനിക്കണം. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സൂചിക്കുഴലിൽ കയറാൻ പറ്റാത്തത് കൊണ്ട്, ഈ ജന്മത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട്, ഈ ജന്മത്ത് ആ പണി നടക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നും കൂടെ. അപ്പൊ നിക്കോദെമോസ് ചോദിച്ചു, ഒന്നും കൂടെ ജനിക്കുവാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഒന്നും കൂടെ പോയി ഒന്നും കൂടെ ജനിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? അതെന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ നിക്കോദെമോസിന്റെ കർത്താവ് പറഞ്ഞു, നീ 100 പ്രാവശ്യം അമ്മയുടെ വയറ്റിൽ പോയി ജനിച്ചാലും നീ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം ജഡത്താൽ ജനിച്ചത് എല്ലാം ജഡമാണ്. അപ്പൊ എത്ര പ്രാവശ്യം അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചാലും നമ്മൾ വിചാരിക്കുക കഴിഞ്ഞ ജന്മത്തിൽ ഓർമ്മയുണ്ട്, സൂക്ഷിക്കണം, ഈ പ്രാവശ്യം നല്ലപോലെ പഠിക്കണം. പക്ഷെ സമയമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഉറങ്ങിയിട്ട് നാളെ പഠിക്കാം. അത് നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. എത്ര ചാൻസ് കിട്ടിയാലും അങ്ങനെ ആയിരിക്കുള്ളൂ. കാരണം നമ്മുടെ സ്വഭാവം എത്ര പ്രാവശ്യം ജനിച്ചാലും റീസെറ്റ് ചെയ്താലും അതുപോലെ തന്നെ വരും. ചിലപ്പോൾ ഈ ഫോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത് റീസെറ്റ് ചെയ്ത് നോക്കാൻ. റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോലെ ഒന്നുകൂടെ ആക്കി നോക്കും. ഫാക്ടറി സെറ്റിംഗ് അടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും, പിന്നെയും ചെയ്താൽ അതുപോലെ തന്നെ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ ഈ മാനസാന്തരം. നമ്മുടെ മാനസാന്തരം എല്ലാം കഴിഞ്ഞാലും പിന്നെ നമ്മൾ പഴയ ആൾക്കാർ തന്നെയായിരിക്കും. ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രക്ഷിക്കപ്പെട്ടിട്ട് 30 വർഷമായാലും 20 വർഷമായാലും 10 വർഷമായാലും ഒക്കെ ഇവിടെ കാണും. ആ 10 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയല്ലേ ഇപ്പോഴും ഇരിക്കുന്നത്. കുറച്ച് ആദ്യ സ്നേഹം പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എങ്ങോട്ടെങ്കിലും വളർന്നിട്ടുണ്ടോ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. ഈ രക്ഷയുടെ വഴി, കാത്തിരിപ്പിന്റെ വഴി എന്താന്ന് പറയാൻ വേണ്ടിയാ ഇത് രക്ഷാമാർഗമായി പറയുന്നത്, അല്ലാതെ പേടിപ്പിക്കുന്ന വഴിയല്ല ഇത്. എന്നിട്ട് നിക്കോദെമോസിന് പറയാണ്, 7-ാം വാക്യം ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും 7-ാം വാക്യം. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ പറയുകയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകും. ഏതുപോലെയാകും? കാറ്റുപോലെ ആകും. അപ്പൊ സൂചിക്കുഴലിലൂടെ കിടക്കണമെങ്കിൽ നമ്മൾ എന്തുപോലെ ആകണം? ഇത് ഭയങ്കരമായിപ്പോയില്ലേ. അപ്പൊ നമ്മൾ ആത്മാവിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ പോലെ ആവും? കാറ്റുപോലെ ആവും. കാറ്റുപോലെ ആയാൽ ആ സൂചിക്കുഴലിലൂടെ കിടക്കും. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും അതിലെ കടക്കാൻ സാധിക്കില്ല. ഈ ന്യൂമ എന്ന വാക്ക്, സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്ന ന്യൂമ എന്ന വാക്കിന്റെ യഥാർത്ഥ ഗ്രീക്ക് അർത്ഥം കാറ്റെന്നാണ്. ആത്മീക സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാറ്റിന്റെ സ്വഭാവം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അവന്റെ ഇഷ്ടം എന്തായാലും നമുക്ക് തടസ്സമില്ല. കാരണം എന്താ? നമ്മൾ കാറ്റ് പോലെയാണ്. കല്ല് പോലെയാണെങ്കിലോ, ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയോ, കല്ല് പോലെ ഇനി വെള്ളം കുടിച്ചിട്ടാട്ടെ. ഈ കപ്പ് നിങ്ങൾ കണ്ടോ എല്ലാവരും? ഇത് കാറ്റ് പോലെയാണോ? അല്ല, ഇത് കല്ല് പോലെയാണ്. ഈ കപ്പിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറയാം? ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ആർക്ക് പറയാം? പിള്ളേരെ ആരെങ്കിലും പറയാം? 10ാം ക്ലാസ് വരെ ശാസ്ത്രം പഠിച്ചിട്ടുള്ള, സയൻസ് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പിള്ളേർ പറയും. വേണ്ട, ഒരു ഡിഗ്രി വരെ അല്ലെ പ്രീ ഡിഗ്രി വരെ, +2 വരെ ശാസ്ത്രം സയൻസ് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കുട്ടി പറയൂ, ഇതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? താഴെ പോവുക എന്നുള്ള. എന്തിനാ? എനർജി കുറയ്ക്കാൻ വേണ്ടി. ഇവിടെ മുകളിൽ ഇരിക്കുമ്പോൾ ഭയങ്കര എനർജിയാണ്, താഴെ വീണ് കഴിഞ്ഞാൽ അതിന് എനർജി 0 ആവും. അതൊരാശ്വാസം. എനർജി ഏറ്റവും കുറയുന്നതാണ് ഏറ്റവും സ്റ്റേബിൾ. അപ്പൊ നമ്മൾ കല്ല് പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹവും ഒന്നേ ഉള്ളൂ, എവിടെയെങ്കിലും സെറ്റിൽ ആവണം. പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്തിനാണെന്നറിയോ? എന്നെ സെറ്റിലാക്കി തരണേ, കല്ല് പോലെ ആക്കി തരണേ. അമേരിക്കയിൽ ഒരു വീട്, അവിടെ സെറ്റിൽഡ്. ഇവിടെ ഒരു വീട്, ഇവിടെ സെറ്റിൽഡ്. എല്ലായിടത്തും സെറ്റിൽഡായി പിള്ളേരെയും കല്യാണം കഴിപ്പിച്ച് വിട്ട് അവരുടെ പിള്ളേരെയും കണ്ട് അവരുടെ പിള്ളേരുടെ പിള്ളേരെയും കണ്ട് അപ്പോഴൊന്നും ആരോഗ്യം കുറയാൻ പാടില്ല. അതാ നമ്മുടെ ആഗ്രഹം, അതാ നമ്മുടെ സെറ്റിൽമെന്റ്. എന്നിട്ട് ആ പുതിയതായിട്ട് പണിത വീടിന്റെ ഫ്രണ്ടിലെ ഉമ്മറപ്പടിയിൽ ചാരുകസേരയിൽ കിടന്ന മനോരമ വായിക്കുന്നതിൻ്റെ ആ സുഖം, സെറ്റിൽമെന്റ്.
ഇതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്ന മുഴുവൻ. എന്നിട്ട് അവസാനം പറയും, ഇത്രത്തോളം എന്നെ വൈബ്രേഷനോടുകൂടി നടത്തിയ ദൈവം, എന്നെ ഈ ഇവിടം വരെ എത്തിച്ച ദൈവം. അപ്പം ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം നിറവേറുന്ന എപ്പോഴാണെന്നറിയാം? ഞാനൊരു വലിയ വീടൊക്കെ വെച്ച് അവിടെ പെരവാസ്തൂലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പെരവാസ്തൂലി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഈ അടുപ്പിൽ പാല് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം പാല് തുളുമ്പി പോകണം അല്ലേ? അതല്ലേ? അങ്ങനെയല്ലേ ഈ നാട്ടുകാരെല്ലാം ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പാത്രത്തിൽ അവശേഷിക്കുന്ന പാല് നിങ്ങൾക്ക് കുടിക്കാം. ഈ തുളുമ്പിപ്പോയത് വാസ്തുവിനുള്ള ബലിയാ. അതിനെ ഈ പെരവാസ്തുലി എന്ന് പറയുന്നത്. ആ തുളുമ്പി പോകുന്നത് അവനാ കുടിക്കുന്നത്. ആരാ? ഈ വാസ്തു പുരുഷൻ. അത് ആ വീടിന്റെ കുട്ടിപ്പിശാശാണത്. ഓക്കെ, അതും പ്രാർത്ഥിച്ച് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്ന മുഴുവൻ സെറ്റിലാവാൻ വേണ്ടിയാ. കല്ല് പോലെ എങ്ങാനും മറിഞ്ഞു വീണാൽ സമാധാനമായിട്ട് നല്ലൊരു സ്ഥലത്ത് വീഴണം. സമ്മതിച്ചോ? കാറ്റ് പോലെ ആയാലോ? നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ മൈൻഡ് കാറ്റ് പോലെ ആയുള്ള അവസ്ഥ എന്തായിരിക്കും? ഉപജീവനം എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകും. അന്നത്തെ അധ്വാനം മതി എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ മൈൻഡ് മാറും. അപ്പം നിങ്ങൾ ചോദിക്കും, വീട് വെക്കുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല. വീട് വെക്കുന്നത് തെറ്റല്ല. ഞങ്ങൾ താമസിക്കുന്ന വീട് ആരോ വെച്ച വീടാ. അവരാ വീട് വെച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? അപ്പം വീട് വെക്കാൻ ദൈവം ആൾക്കാരെ വെച്ചിട്ടുണ്ട്. പൈസ ഉള്ളവരവർ വെച്ചോളൂ. നമ്മൾ ഈ വീട് വെക്കാൻ വേണ്ടി പാഞ്ഞിടക്കണ്ട. പണ്ടൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞാണ്, മോനെ, എൻ്റെ മക്കള് വീട് വെക്കാൻ വേണ്ടി ചർച്ച് പണിയാൻ വേണ്ടി നടക്കുവാണ്. പിരിച്ച് പിരിവെടുത്തിട്ടെങ്ങും എത്തുന്നില്ല. അപ്പൊ പാസ്റ്റർ ചോദിക്കുക, എന്താ പരിപാടി? ദൈവാത്മാവ് പറഞ്ഞു ബ്രദറെ, ചർച്ച് പണിയാൻ ആണ്. പൈസ അതെങ്ങനെയെങ്കിലും തെണ്ടി വാങ്ങിച്ചോളാനാ പറഞ്ഞിരിക്കുന്നത് ദൈവം. ചർച്ച് പണിയാൻ മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ, പൈസ ദൈവം കൊടുക്കൂല. അതും നമ്മൾ എവിടെന്നെങ്കിലും പോയി. അപ്പച്ചൻ എന്നോട് പറയുമായിരുന്നു, അവനോട് പറഞ്ഞു, എടാ പള്ളി പണിയണ്ട, അതുണ്ടായി വരണം എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ അത് തന്നെ ഉണ്ടാവും. തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ മുളച്ചു വരുമെന്നല്ല, തക്ക സമയത്ത് എല്ലാം അസംബിളായിട്ട് ദൈവത്തിന് എല്ലാം മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. വീടൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ അതിനുവേണ്ടി വിശ്വാസം വെച്ച് പിടിച്ചു വെച്ച് ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ നഷ്ടപ്പെടുന്നറിയോ? ഈ കല്ല് പോലൊരു ഹൃദയം നമുക്ക് ഉണ്ടാവുക. അതങ്ങ് വിട്ടേ, ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അങ്ങ് വിട്ടേ ഒരു നിമിഷം. എന്നിട്ട് പറഞ്ഞ, കർത്താവേ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അത് മതി. അപ്പൊ നമ്മൾ അകത്തുനിന്നൊരു കാറ്റ് പോലെ ആയി. ധൈര്യം വേണം. ആ ധൈര്യം ഉണ്ടെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ പറക്കും. കാറ്റേ പോവുള്ളൂ. ഈ കല്ലൊക്കെ ഇവിടെ സെറ്റിൽഡ് ആയിരിക്കും. കാറ്റാണെങ്കിൽ എത്ര എളുപ്പമായിരിക്കും കർത്താവ് വിളിക്കുമ്പോൾ പോകുന്നത്. കാരണം ആത്മസ്വഭാവമുള്ളവര് കർത്താവിന്റെ സ്വഭാവമുള്ളവരാ. ആത്മാവുള്ളവൻ ദൈവത്തിന്റെ മക്കളവര്. ഈ ഉപജീവന ചിന്തകളാണ് നമ്മുടെ അന്ത്യകാലത്ത് നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നത്. കല്ല് പോലെ ആകാൻ, സെറ്റിലാകാനുള്ള ആഗ്രഹം. ആ ആഗ്രഹം എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ സെന്ററിൽ കർത്താവേ നിന്റെ ഹിതം, നിന്റെ രാജ്യം എന്നുള്ളത് അങ്ങ് വന്നു കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ ദൈവം നോക്കിയോളും. അപ്പൊ ഫെയ്ത്തിന്റെ ഫോക്കസ്, ഞാൻ ഈ ലോകത്ത് വീടുള്ളത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും കാശുണ്ടാവുന്നതും തെറ്റാന്നല്ല. പക്ഷെ നമ്മുടെ വിശ്വാസം അങ്ങോട്ട് പോയാൽ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ഒരു ബാക്കി നമ്മുടെ കയ്യിലുണ്ടാവില്ല. അതാ ഇന്ന് സഭകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനും പൗലോസും കർത്താവിൻ്റെ പ്രതിഫലങ്ങൾ വിഭജിക്കുന്ന ബീമാ സീറ്റിന് മുമ്പിൽ പോയി നിൽക്കുവാണ്. അപ്പൊ കർത്താവ് പൗലോസിനോട് ചോദിക്കുക, പൗലോസെ നീ വിശ്വാസിയാണോ? പൗലോസ് പറയാതെ, നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർവരുതോട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം. അപ്പൊ കർത്താവ് പറയും, ഇതാ നീതിയുടെ കിരീടം. നീ അതിനു വേണ്ടിയല്ല ഇത്രയും വലിയ ഓട്ടം ഓടിയത്. അതെ, ഇതാ നിനക്ക് നീതിയുടെ കിരീടം, നീ എടുത്തോ. പൗലോസ് ആ കിരീടമായിട്ട് പോയി. അടുത്ത ഞാൻ എന്നോട് കർത്താവ് ചോദിക്കുക, ചെയ്സേ നീ വിശ്വാസിയാണോടാ? ഞാൻ പറഞ്ഞാതെ. എന്താ വിശ്വസിച്ചത്? നീ ഓരോ ദിവസവും എന്നെ പുലർത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഞാൻ നിനക്ക് എല്ലാ ദിവസവും ആഹാരം തന്നല്ലോ. തന്നു കർത്താവെ, ഞാൻ അതിന് നന്ദി പറഞ്ഞ് മടുത്തു. എല്ലാ ദിവസവും പറയും, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാൻ ഒന്നുമില്ലായിരുന്നു എന്ന് എപ്പോഴും ഞാൻ പാടുമായിരുന്നു. പിന്നെ കർത്താവെ
എനിക്കൊരു വീടില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു നീ എനിക്കൊരു ഭവനം ഒരുക്കി തന്നു. വിശ്വാസം, എനിക്കറിയായിരുന്നു നീ തരുമെന്ന്. ഞാൻ വിശ്വസിച്ചു, എനിക്ക് നീ തന്നു. എൻ്റെ മക്കൾക്ക് ജോലിയില്ലാതെ തേരാപ്പാരാ നടക്കുകയായിരുന്നു. അവർക്ക് നീ ഒരു ജോലി ഉണ്ടാക്കി കൊടുത്ത് സെറ്റിൽ ചെയ്തു. അമേരിക്കയിൽ തന്നെ സെറ്റിൽ ചെയ്തു. സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. എല്ലാം വിശ്വാസത്താലാണ് കർത്താവേ. ഞാൻ വിശ്വാസത്തിൽ, എൻ്റെ ചർച്ചിലെ ആൾക്കാർ ചോദിച്ചാൽ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇത്രയും നാളായിട്ടും ഒരു ജലദോഷത്തിന് പോലും ഞാൻ ആശുപത്രിയിൽ പോയിട്ടില്ല. എല്ലാ പ്രാവശ്യവും നീ എനിക്ക് സൗഖ്യം തന്നു. ഒരാളോടും ഞാൻ പൈസ ചോദിച്ചിട്ടില്ല, എല്ലാം നീ തന്നു. എല്ലാം വിശ്വാസ ജീവിതമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഓക്കെ ഫൈൻ, ബൈ ബൈ, ടാറ്റാ. അപ്പൊ നീതിയുടെ കിരീടം നീ ചോദിച്ചാലേ ഞാൻ തന്നല്ലോ. വയറുവേദന മാറാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചു, ആശുപത്രി പോയില്ല, ഞാൻ വയറുവേദന മാറ്റി തന്നു. പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, നീ മരിച്ചത് വേറെ കാര്യം. എത്ര രോഗശാന്തി കിട്ടിയാലും നമ്മൾ മരിക്കും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. തലവേദന വന്നു, പ്രാർത്ഥിച്ചു മാറി. ക്യാൻസർ വന്നു, പ്രാർത്ഥിച്ചു മാറി. ഹാർട്ട് അറ്റാക്ക് വന്നു, പ്രാർത്ഥിച്ചു മാറി. മരിച്ചുപോയി, ചാടി എഴുന്നേറ്റു. പക്ഷെ പിന്നെ മരിക്കും. ലാസർ പിന്നെയും മരിച്ചപ്പോൾ കർത്താവ് വന്നില്ല, പോട്ടെന്ന് വെച്ചു. ഒരു പ്രാവശ്യം ക്യാൻസർ മാറിയ പിന്നെ വരാം, പിന്നെ മരിക്കുക. എന്താ ഇത്ര പേടി? കർത്താവിന്റെ മടിയിലോട്ടല്ലേ പോകുന്നത്. എന്തായാലും നമ്മൾ മരിക്കാതിരിക്കില്ല. അല്ല, കർത്താവ് വരണതിന് മുമ്പ്. കർത്താവ് വന്നാ ഭാഗ്യം, മരിക്കണ്ട. പക്ഷെ കർത്താവ് വന്നില്ലെങ്കിലും ഭാഗ്യം. കാരണം എന്താ? മരിക്കാം. അതിനകത്ത് ഭയമില്ല, അതിനകത്ത് വിഷമുള്ളില്ല, അതിനകത്ത് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയില്ല, അത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുക. അപ്പൊ അതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്ത് നമ്മൾ വിശ്വസിച്ച് ഒത്തിരി കാര്യങ്ങൾ നേടി. ഇപ്പൊ കർത്താവ് ചോദിക്കും എന്നോട്, നീ നിന്റെ ചെറിയ കാറിൽ ഇരുന്നിട്ട് നിനക്ക് നടുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ വലിയൊരു കാറ് പ്രാർത്ഥിച്ചു വാങ്ങിച്ചില്ലേ? അതേ കർത്താവേ, ഞാൻ വിശ്വസിച്ചു, നീ എനിക്കൊരു വലിയ വാഹനം തരും എന്ന് വിശ്വസിച്ചു, കിട്ടി. അപ്പൊ തന്നെ ഞാൻ സഭയിൽ എല്ലാവർക്കും ലഡുവും കൊടുത്തായിരുന്നു. അപ്പൊ കർത്താവ് പറയാം, ആ വണ്ടി ഇടിച്ചിട്ടാണല്ലോ നീ ഇങ്ങ് വന്നത്. നീ ഇങ്ങ് പോന്നു, വണ്ടി അവിടെ കിടന്നു. നീ പ്രാർത്ഥിച്ച് നേടിയ സകലതും, മിനിസ്ട്രി, വീട്, പിള്ളേരുടെ സെറ്റിൽമെന്റ്, മിനിസ്ട്രി ഇൻക്ലൂഡിങ് മിനിസ്ട്രി, കാറ്, എല്ലാം ഈ ലോകത്ത് തീർന്നു. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല. അവിടെ പോയി ആരോട് പ്രസംഗിക്കാനാ? ഈ മിനിസ്ട്രി പോലും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല. അവിടെ ചെന്ന് ആറ് ദൂതന്മാരോട് പ്രസംഗിക്കാനാ? ഇത് അവരെന്നെ ഓടിക്കും. ഇത് നിങ്ങളെപ്പോലുള്ളവരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പ്രസംഗം. ഈ ശുശ്രൂഷകളെല്ലാം ഈ കർട്ടന്റെ ഇങ്ങേ സൈഡേ ഉള്ളൂ. അങ്ങേ സൈഡിൽ കർത്താവ് അല്ലാതെ വേറൊന്നും ഇല്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ കർത്താവെ, നിത്യജീവനിൽ യേശു ക്രിസ്തുവിൻ്റെ വലിയ ധനത്തെ നേടാൻ വേണ്ടി എനിക്ക് കർത്താവ് തന്ന അതിവിശുദ്ധ വിശ്വാസം ഞാൻ ഇവിടെ പുട്ടടിച്ച് തീർത്തല്ലോ കർത്താവെ, ഒന്നും ബാക്കിയില്ലല്ലോ എന്ന് ലജ്ജിതനായിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടത്. നമ്മൾ ഒത്തിരി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. ഇതൊന്നും സ്വർഗത്തിലേക്ക് പോകുന്ന സാധനങ്ങളല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാർ വാങ്ങിക്കുന്നത് തെറ്റാണോ? വീട് വെക്കുന്നത് തെറ്റാണോ? അതൊന്നും വിശ്വാസ ജീവിതമല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത് എന്നുള്ളതാണ് വിശ്വാസ ജീവിതം. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. ഇതാണ് അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്താൽ ഞാൻ നേടുന്നത് കാറോ വീടോ അല്ല, ക്രിസ്തുവിനെ തന്നെയാണ്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്ന പൗലോസ് പറയുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ കുറിച്ച്. ഈ വിശ്വാസമാണ് ഇന്ന് മിസ്സിങ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കർത്താവ് വരുമ്പോൾ പോകാൻ തോന്നാത്തത്. ഇനി നമുക്ക് എങ്ങനെ തോന്നിപ്പിക്കാം? അതല്ല നമ്മുടെ വിഷയം ഇന്നത്തെ. കർത്താവ് വരുമ്പോൾ പോകണമെന്ന് നിങ്ങളെ കൊണ്ട് എങ്ങനെ തോന്നിപ്പിക്കാം? ഓക്കെ, ഞാൻ അതിനൊരു കഥ പറയാം. ഈ കഥ പറയുന്നതിന്, ഇതെൻ്റെ അനുഭവകഥയാണ്, അതുകൊണ്ട് കഥയായിട്ട് കൂട്ടാൻ പാടില്ല. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, കഷ്ടത സഹിഷ്ണുതയും. എത്ര വാക്യം? 4-ാം വാക്യമാണോ? വായിക്കാം. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പൊ പ്രത്യാശ ഉളവായി വരുന്നതാ അല്ലേ? എങ്ങനെ ഉളവായി വരുന്ന? നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ഈ പ്രത്യാശ വർദ്ധിച്ച് വരും. ആ പ്രത്യാശയുടെ ആദ്യ ഡോസ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ അത് പിന്നീട് നമ്മൾ കഷ്ടങ്ങളിലൂടെ, സഹിഷ്ണുതയിലൂടെ, സിദ്ധതയിലൂടെ ഈ പ്രത്യാശ നമുക്ക് ഉറപ്പിച്ച് കിട്ടും. ഈ സിദ്ധത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? അർത്ഥം അറിയുന്നത് എന്തിനാ പാസ്റ്ററെ? ഞാൻ രാവിലെ വായിച്ച് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്, അത് മതിയോ?
ഒരറിയണം. എന്താ സിദ്ധത എന്ന് പറഞ്ഞാൽ ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടർ എന്ന് അതിൻ്റെ അർത്ഥം. അതായത് ഇംഗ്ലീഷിൽ ക്യാരക്ടർ എന്ന് എഴുതിയേക്കുന്നത്, പക്ഷെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം. കഷ്ടത, സഹിഷ്ണുത, ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം, പ്രത്യാശ. ഇത് ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഥ കേട്ടോ. എൻ്റെ പിതാവ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാദറായിരുന്നു, പേരൻ്റായിരുന്നു. പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രാണവായു പോലെയായിരുന്നു. പഠിക്കാൻ വേണ്ടി ഇത്രയും പ്രഷർ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 50 മാർക്കിൽ 45 മാർക്കിൽ കുറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര പ്രയാസമാണ്, വീടിനകത്തോട്ട് ചെല്ലാൻ തോന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞാനത് സംഘടിപ്പിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അപ്പൻ എപ്പോഴും പറയും മാത്സിന് 50ൽ 50 വാങ്ങിക്കണം, അതാണ്. ബാക്കി എല്ലാത്തിനും ഇതിന് 47 ആയാലും 48 ആയാലും കുഴപ്പമില്ല, അത് കുറയാൻ പാടില്ല. ഈ മാത്സിന് 50ൽ 50 വാങ്ങിക്കണം, ഇതൊന്നും ഇത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും കിട്ടില്ല. ഈ കിട്ടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് ഞാൻ എഴുതി കൂട്ടി ശരി ഉത്തരം ആണെങ്കിൽ പോലും എന്തെങ്കിലും കാരണവശാൽ ഞാനത് പൊട്ടിക്കും, തെറ്റിക്കും. എങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ എനിക്ക് ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നീ ഞാൻ ട്യൂഷന് വിടാൻ പോവാണ്, ഇതൊന്ന് പൊട്ടിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കണം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് മാത്സിന് ട്യൂഷൻ പഠിക്കാൻ പോയി, ആദ്യമായിട്ടും അവസാനമായിട്ടും. ട്യൂഷൻ കഴിഞ്ഞു, എക്സാമിനേഷനായി. ഓണപ്പരീക്ഷ എന്ന് പറയും നമ്മുടെ അന്നത്തെ കാലത്ത്, ഓണപ്പരീക്ഷ. മാർക്ക് വന്നപ്പോൾ 50ൽ 39. പേപ്പറുമായി ഞാനിങ്ങനെ ഇതികർത്തവ്യ മൂഢനായിട്ട് ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ 4.5 കിലോമീറ്ററുണ്ട് വീട്ടിലേക്ക്, സ്കൂളിൽ നിന്ന്. ഈ അന്ന് റൂട്ടിലൂടെ ഓടുന്ന ബസ്സുകളേ ഉള്ളൂ, സ്കൂൾ ബസ് ഇല്ല. ആ വർഷം ആ സ്കൂൾ ബസ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഞാൻ 4:15 വണ്ടിയുണ്ട്, പിന്നെ 5:15 വണ്ടി. 4:15 വണ്ടിക്കാണ് ഞാൻ സാധാരണ പോകുന്നത്. പക്ഷെ ഈ മാർക്കുമായിട്ട് എനിക്ക് 4:15 വണ്ടിയിൽ കയറാൻ താല്പര്യമില്ല. ഞാൻ പതുക്കെ നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും 4:15 വണ്ടി പോയി. പോകാൻ വേണ്ടിയാണ് പതുക്കെ നടന്നത്. അടുത്ത വണ്ടി 5:15. 1 മണിക്കൂർ ഞാൻ നേടാൻ ശ്രമിക്കുക, വീട്ടിലോട്ട് പോകാൻ താല്പര്യമില്ല. 5:15 വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്ത് വന്നാൽ ഹോൾട്ടാണ്, പിന്നെ യാത്രയില്ല. അപ്പം ഞാൻ ഈ വണ്ടി വരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് 5-ന് വരും, ചിലപ്പോൾ 5:30 വരും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ 5:30 കഴിഞ്ഞ് വന്നാൽ മതി, കാരണം എനിക്ക് വീട്ടിലോട്ട് പോകണ്ട. പക്ഷെ അന്ന് വണ്ടി 5 മണിക്ക് മുമ്പ് വന്നു. ഇതേ കയറി ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് ഇതിന് ടയർ എവിടെയെങ്കിലും പഞ്ചറാവണേ, ഒരു അരമണിക്കൂറുടെ എക്സ്ട്രാ കിട്ടണേ, എവിടെയെങ്കിലും പോയി തട്ടിയാലും കുഴപ്പമില്ല. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് 50ൽ 50 കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഓടിയേനെ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആ 4 മണിക്ക് തന്നെ ഓടി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഈ 4:15 വണ്ടി എന്താ വരാത്തേ നോക്കി വാച്ച് നോക്കി നിൽക്കുമായിരുന്നു അല്ലേ. കാരണം അതൊരു വിജയമാണ്, വിക്ടറിയാണ്. എനിക്ക് ധൈര്യമായി ചെല്ലണമെങ്കിൽ എത്ര വേണം? നമ്മുടെ നേരത്തെ എത്ര മാർക്ക് കിട്ടാൻ വേണ്ടി? നമ്മൾ 3 മാർക്കിന്റെ ഷോർട്ടേജ് 100ൽ 35 കിട്ടാൻ വേണ്ടിയായിരുന്നു അല്ലേ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? 5:1 പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് പിതാവിനോട് സമാധാനമുള്ളത്. ആ സമാധാനം നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നുള്ളൂ. എൻ്റെ അപ്പൻ എന്നോട് പീസുണ്ട്, എന്നെ ഇഷ്ടമാണ്, എനിക്ക് കർത്താവിൻ്റെ മടിയിൽ കയറി ഇരിക്കാം, ഞാൻ മകനാണ്. ഈ അഷുറൻസ് എനിക്ക് കിട്ടാതെ, ആ സമാധാനം എനിക്ക് കിട്ടാതെ എനിക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോകണമെന്ന് തോന്നുകയില്ല. അതായത് രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവിൻ്റെ സന്താനമാണ്, ഞാൻ അവൻ്റെ പുത്രനാണ്, പുത്രത്വത്തിൻ്റെ ആത്മാവാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് എനിക്ക് രക്ഷയുടെ ഉറപ്പ് എൻ്റെ ഉള്ളിൽ വരാതെ എനിക്ക് കാത്തിരിക്കാൻ സാധ്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ആരും ഒരു നന്മയും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളെ ദൈവം രക്ഷിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ. ഈ ഒരു നന്മയും ചെയ്യാതെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മളെ കാറ്റുപോലെ ആക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഈ റോമാലേഖനം പറയുമ്പം, റോമാലേഖനത്തിൽ ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പ്രത്യാശ എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരാതെ ഒരിക്കലും അന്ത്യകാലത്തെക്കുറിച്ച് നിങ്ങളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നിങ്ങൾ പുസ്തകം വായിക്കുന്നതിൽ വായിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ ഉള്ളിലൊരു കാത്തിരിപ്പ് ഉണ്ടാവുകയില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പരിശ്രമിക്കുന്നത്. ഓക്കെ. റോമാലേഖനം 3-ാം അധ്യായത്തിൽ
റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു മനുഷ്യൻ പോലും നീതിമാനായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം, നീതിമാന്മാരല്ല കൈപൊക്കിക്കേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈപൊക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എന്താ അത്തിയില്ല കൂട്ടിത്തുന്നിയ ആ നീതി വെച്ച് വേണമെങ്കിൽ നമുക്ക് കൈപൊക്കാം. പക്ഷേ അന്തരാത്മാവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ ഒരു നീതി ഉണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2007 ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ മിഷണറിമാരായിരിക്കുമ്പം ഒരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. എൻ്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി. ആ വഴക്കുണ്ടാക്കി എന്തിനാന്നൊക്കെ പറയാൻ പോയാൽ ഈ പ്രസംഗം അതുകൊണ്ട് തീർക്കേണ്ടി വരും. അത് പത്രത്തിലൊക്കെ വന്ന വലിയ സംഭവമാണ്. തെലുങ്ക് പത്രത്തിലൊക്കെ വന്ന ഭയങ്കര സംഭവം. ഈ സ്ത്രീ വന്ന് വഴക്കുണ്ടാക്കി. എൻ്റെ ഭാര്യയുടെ കാരണത്തിനോട്ട് നോക്കി ടപ്പ് 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 എന്ന് 3 അടി. ഞാൻ ആ വാതിൻ്റെ അവിടെ നിന്ന് ഇത്രയും ദൂരെ ഗേറ്റിൽ നിൽക്കുന്നു. ഗേറ്റിനകത്തോട്ടാണ് വീടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ അടി കണ്ടു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അടി കൊണ്ടു എന്നുള്ളതല്ലായിരുന്നു എൻ്റെ സന്തോഷം. ഈ 3 അടി അടിച്ചിട്ടും എൻ്റെ ഭാര്യ തിരിച്ചടിക്കുവോ തള്ളി മാറ്റുവോ ഒന്നും ചെയ്യാതെ ചുമ്മാ നിന്നങ്ങ് കൊണ്ടു എന്നുള്ളത് എനിക്ക് അൺബിലീവബിൾ ആയിരുന്നു. ഞാൻ ചിന്തിക്കുക, എൻ്റെ കർത്താവേ എന്തൊരു ധൈര്യം. ഞാനായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആളെ തള്ളിയെങ്കിലും മാറ്റിയേനെ. എന്താടാ ഈ കാണിക്കുന്നതെങ്കിലും ചോദിച്ചേനെ. കാരണം അത് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. ഞാൻ തലയിൽ കവിച്ചു പോയി. ദൈവമേ, അത്ഭുതം. എന്നിട്ട് ഞാൻ വീടിന് ചുറ്റും നടന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കരണത്തടിച്ച ആൾക്ക് തിരിച്ച് കരണം കാണിച്ചു കൊടുക്കാനും പിന്നെ അടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം നീ പറഞ്ഞിട്ടില്ലാഞ്ഞിട്ടും 3ാമത് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കാനും എൻ്റെ ഭാര്യയെ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു. കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, മോനെ, നിൻ്റെ സ്തോത്രത്തിലും ആ കരണം കാണിച്ചു കൊടുത്തതിനകത്തൊന്നും എനിക്കൊരു പ്രസാദവുമില്ല. എൻ്റെ ഉള്ളിൽ പിന്നെ അസമാധാനം ഉണ്ടായി. അസമാധാനം. കാരണം ആയില്ല, ഇത് നീതി അല്ല, ഇത് വേഷം കെട്ടലാണ് എന്ന് എൻ്റെ ഉള്ളിലിരുന്ന ആത്മാവ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവേ, അതെന്താണ്? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം, മറ്റേ കരണത്തടിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയാഞ്ഞിട്ട് പോലും എൻ്റെ ഭാര്യ 3ാമതും കരണം കാണിച്ചു കൊടുത്ത ആളാണ്. അത്രയല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, നിൻ്റെ ഭാര്യ എന്ത് ചെയ്താലും അതിവിടെ കൗണ്ട് ചെയ്യുന്നില്ല. നിന്റെ ഹൃദയത്തിലും നിന്റെ ഭാര്യയുടെ ഹൃദയത്തിലും ആ തല്ലിയ സ്ത്രീയോടുള്ള വൈരാഗ്യം മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ആകുന്നത്. ഞാൻ തിരിഞ്ഞ് ഫ്രണ്ടിൽ വന്നു. വീടിന് ചുറ്റും കറങ്ങി തിരിഞ്ഞ് ഫ്രണ്ടിൽ വന്നപ്പം എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുക, അപ്പം എന്നെ തല്ലുന്നത് നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നല്ലേ എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇതൊന്നും നീതിയല്ല, ഇതൊക്കെ മനുഷ്യനാ, വെറും മനുഷ്യൻ, വേഷം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ ആകെ പ്രശ്നത്തിലാണ്, നമുക്ക് ആ സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ ആ സ്ത്രീയെ നീ സ്നേഹിച്ചാൽ മാത്രമേ നീ എൻ്റെ ശിഷ്യനായിരിക്കുന്നുള്ളൂ, അനുസരിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, പ്രാർത്ഥിക്കാം. ഞങ്ങൾ കുറച്ച് പേരൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചു, വിശ്വാസം ഇല്ലാത്തവരാണല്ലോ, ലോക മനുഷ്യരാണല്ലോ, അവരിങ്ങനെ പാപമൊക്കെ ചെയ്യുമല്ലോ, അവരോട് ക്ഷമിക്കാം, കർത്താവ് നമ്മളോട് ക്ഷമിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിലൊക്കെ ഒരു സെറ്റിൽമെൻ്റ് ആയി കിടന്നുറങ്ങി. നേരം എടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വന്നിരിക്കുന്നു. അവർ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുക, ഞങ്ങൾ അവരെ തല്ലി. അത്രയും നേരം കരുതി വെച്ചിരുന്ന വൈബ്രേഷനോടുകൂടി കരുതി വെച്ചിരുന്ന സ്നേഹവും കരുണയും എല്ലാം ആവിയായിപ്പോയി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാരല്ല ഞങ്ങളുടെ അനുകൂലമായിരുന്നു. പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് രാത്രി പ്രശ്നം ഉണ്ടാക്കി, അവർ നിങ്ങളെ തല്ലിയത് ഒരു തല്ലിയെന്നല്ലേ പറഞ്ഞു, ഞാനാണ് നിങ്ങളെ തല്ലി പിടിച്ചു കൊണ്ടുപോയി അകത്തിട്ടാനെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഇറക്കി വിട്ടു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ പുറമേ എത്ര കാണിച്ചാലും ഈ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ എൻ്റെ ബലഹീനതകളിലൂടെ ഞാൻ വചനം മനസ്സിലാക്കിയത്, ഞാൻ പോക്കാന്ന് മനസ്സിലാക്കിയത്. അതിന് വേറൊരു സംഭവം കൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ വിചാരിച്ചാലും എൻ്റെ ഉള്ളിൽ നന്മ ഉണ്ടാവില്ല, ഈ അത്തിയില മാത്രം എൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളതിന്. ഞങ്ങൾക്ക് 4 പിള്ളേരാണ്. ഞാൻ ഈ കഥകൾ എല്ലായിടത്തും പറയാറില്ല, ഇപ്പം പണ്ട് പറയുമായിരുന്നു. അതിൽ 3 പേര് അഡോപ്റ്റഡ് ആണ്. അതിലൊരാൾ HIV പോസിറ്റീവാണ്. അവനിപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ബാംഗ്ലൂർ ഒരു കെയർ സെൻ്ററിലായിരുന്നു കുറച്ച് നാൾ. ഇപ്പം ഈ കെയർ സെൻ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ അവനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ അടുത്ത് ചെന്നു. അപ്പം ഇവൻ എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഞാൻ അവനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഇവൻ എന്നെ വന്ന് വട്ടവും കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചിലായിരുന്നു.
ഞാൻ അവനിങ്ങനെ ചേർത്ത് നിർത്തി. അവൻ കുറേ കരഞ്ഞിട്ട് അവൻ പിന്നെ ചിരിച്ചു, ബൈ പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറി, ഞങ്ങളെല്ലാവരും വണ്ടിയെ കയറി തിരിച്ചു പോരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു, കർത്താവേ, എനിക്ക് എന്താണ് അവനെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാതെ ഞാനിങ്ങനെ കെയർ സെൻ്ററിൽ ഇടുന്ന കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോദ്യം വരുക. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം, നിന്റെ രക്തത്തിൽ പിറന്ന മകനല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ കർത്താവിനോട് പറയാണ് റീസൺ. ഇങ്ങനെ ആത്മാവിൻ്റെ ശബ്ദം, സ്വയനീതിയുടെ ശബ്ദം, പാപത്തിൻ്റെ ശബ്ദം, ഇതെല്ലാം കേൾക്കാം. നമ്മൾ കാതോർത്താൽ ഈ 3 ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മുടെ പാപജടം അലറി വിളിക്കുന്ന, പൊട്ടിക്കടാന്ന് അലറി വിളിക്കുന്നതും, നമ്മുടെ യുക്തി, ഇപ്പം വേണ്ട, പണി പിന്നെ കൊടുക്കാം എന്ന് പറയുന്ന യുക്തിയുടെ ശബ്ദം, ക്ഷമിച്ചേക്ക്, കരുണ കാണിക്കുന്നു പറയുന്ന ആത്മാവിൻ്റെ ശബ്ദവും, ഇത് 3ഉം വീണ്ടെടുക്കപ്പെട്ട ഒരാൾക്ക് കേൾക്കാം. നമ്മൾ മിക്കവാറും അനുസരിക്കുന്ന ആദ്യത്തെ 2ാമത്തെ ആയിരിക്കും എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇങ്ങനെ റീസണിങ് 3.5 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നാണ്. അന്ന് അവന് ഗുരുതരമായ രോഗം ഉണ്ടായിരുന്ന സമയത്ത്, ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്ന സമയത്ത് അവൻ എടുത്തുകൊണ്ട് നടന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു, മരുന്ന് കൊടുത്തു, ഞങ്ങളുടെ കൂടെ താമസിച്ചു, ഞങ്ങളുടെ കൂടെ ആഹാരം കഴിച്ചു, ഞങ്ങളുടെ കൂടെ ജീവിച്ചു. എന്നിട്ട് അവസാനം അവന് രോഗം സീരിയസ് ആയി, മരുന്ന് വേണം എന്നുള്ള അവസ്ഥ വന്നപ്പോഴല്ലേ ഞങ്ങൾ കേരളത്തിലോട്ട് വരുമ്പോൾ, കേരളത്തിൽ എങ്ങനെ കൊണ്ടുവരും? മകൻ HIV, അപ്പനും അമ്മയ്ക്ക് HIV ഇല്ല. അപ്പോൾ ഈ കൊച്ചിനെങ്ങനെ വന്നു എന്നുള്ള എൻക്വയറി വരും. അവിടെ നിന്ന് ലീഗലി അഡോപ്റ്റഡ് അല്ല, അതെല്ലാം ഞങ്ങളുടെ ചിൽഡ്രൻസ് ഹോമാണ്. ചിൽഡ്രൻസ് ഹോമിന് മാത്രമേ അംഗീകാരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ മക്കളെ പോലെ കരുതും, 3-4 പേരേ ഉള്ളൂ, മക്കളെ പോലെ കരുതും, അവർ പപ്പ അമ്മ എന്ന് വിളിക്കുന്നു, അങ്ങനെയുള്ളൂ. പക്ഷെ കേരളത്തിലോട്ടൊന്നും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ കർത്താവെ ഞങ്ങൾ അവനെ ഒരു രജിസ്റ്റേർഡ് കെയർ സെൻ്റർ, അതും ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുള്ള, വളരെ കൃത്യമായി നോക്കുന്ന വിശ്വാസികൾ നടത്തുന്ന ഒരു കെയർ സെൻ്ററിലല്ലേ വിട്ടത്? അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം പിന്നെ എന്നോട് പറഞ്ഞു, നിന്റെ സ്വന്തം കുഞ്ഞല്ലാത്തതുകൊണ്ടാണ്, നീ തർക്കിക്കണ്ട, നീ എക്സ്ക്യൂസ് പറയാൻ ഭയങ്കര മിടുക്കനാണ്, പക്ഷെ നിന്റെ ഹൃദയത്തിൽ അവനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ തകർന്നുപോയി. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ സംഗതി ശരിയാ. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു, എൻ്റെ സ്വന്തം മകനായിരുന്നു ഈ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ബാംഗ്ലൂരിലെ കെയർ സെൻ്ററിൽ വിട്ടിട്ട് ഒരിക്കലും എറണാകുളത്ത് വന്ന് വീട് വാടകയ്ക്ക് എടുക്കില്ല, ഉറപ്പായിട്ട് എടുക്കില്ല. ഞാൻ ബാംഗ്ലൂരിൽ തന്നെ ഒരു വീടെടുത്തേനെ, എപ്പോഴും അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നേനെ, എപ്പോഴും അവൻ്റെ അടുത്ത് പോയിരുന്ന കരഞ്ഞേനെ. എൻ്റെ ഹൃദയത്തിൽ അതൊരു വലിയ ഭാരമായിരുന്നേനെ. അവനാ കരഞ്ഞത്, എനിക്ക് കരച്ചിൽ വരുന്നില്ലായിരുന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ എന്നോടുള്ള സ്നേഹം പോലും എനിക്ക് അവനോട് ഇല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ ഹൃദയത്തിൽ അതില്ല. അപ്പോൾ കർത്താവിനോട് ഞാൻ പറയാണ്, ഞാൻ ബാംഗ്ലൂർ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടെ താമസിക്കാം എല്ലാ ദിവസവും. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം പിന്നെ എൻ്റെ ഉള്ളിൽ വന്നു, നീ അതിനകത്ത് താമസിച്ചാലും നിന്റെ ഹൃദയത്തിനകത്ത് ഈ സാധനം ഉണ്ടാവില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് മാനുഷികമല്ല, അത് ആത്മാവിനാൽ വരുന്ന സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം പോലും ഇല്ല. പത്രോസ് വിചാരിച്ചു എനിക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹമായിരിക്കും എന്ന് വിചാരിച്ചത്. പത്രോസ് അവസാനം പറഞ്ഞു കർത്താവിനോട്, കർത്താവേ, നീ മരിക്കുവാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ മരിക്കും, നീ എങ്ങാനും ജയിലിൽ പോവുകയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ ജയിലിൽ കാണും. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ പത്രോസെ, നേരം വെളുക്കുന്നതിന് മുമ്പേ, കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ തള്ളി പറയും. പത്രോസ് പറഞ്ഞു, എന്നാ ഒന്ന് കാണാം. കർത്താവ് പറഞ്ഞു, നീ നോക്കിക്കോ. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ മുമ്പിൽ അവൻ യേശുവിനെ തള്ളിപ്പറയുക മാത്രമല്ല, ആണയിടുകയും പ്രാകുകയും ചെയ്യുന്ന. അപ്പം ഞാൻ അന്നോട്ട് ആലോചിക്കുന്നത്, ഇവൻ എങ്ങനെയായിരിക്കും പ്രാഗിയത്? വല്ലവന്മാരൊക്കെ ഒന്ന് ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കും, എന്നിട്ട് അവസാനം നമ്മുടെ തലയാ പോകുന്നു. ഇങ്ങനെയായിരിക്കും പറഞ്ഞത്. ചിലപ്പം അരമണിക്കൂർ മുമ്പ് അവൻ എന്താ പറഞ്ഞത്, അല്ല 2 മണിക്കൂർ മുമ്പ് എന്താ പറഞ്ഞത്, നീ ജയിലിലാണ്, നിന്റെ കൂടെ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം. അവസാനം കർത്താവ് അവനെ ഗന്നേസരത്ത് തടാകത്തിൻ്റെ തീരത്തിട്ടൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. അവനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ പണ്ട് പറഞ്ഞ ആ ഗമ നീ ഒന്നുകൂടെ ഓർത്ത് നോക്കി, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം പറയുക, ഇല്ല കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? ആണോ? അങ്ങനെയാ പറഞ്ഞത്. പത്രോസ് സ്നേഹം ഉണ്ടെന്നല്ല, ഇല്ലാന്നാ പറഞ്ഞേക്കുന്നത്. വായിച്ചു നോക്കി. അവിടെ ചോദ്യം ഇതാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉത്തരം എന്താണെന്നറിയോ? എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന. യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. യേശുവിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ?
ലോകത്ത് തന്നെ ആരുമില്ല. പക്ഷെ യേശുവിനെ സ്നേഹിക്കാൻ പാടാ. ഇഷ്ടമുള്ള എല്ലാത്തിനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്നേഹിച്ചാൽ കൂടെ പോണ്ടി വരും. ഇഷ്ടപ്പെടുവാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച കാര്യം മേടിച്ചെടുക്കാം. ഇഷ്ടമാണ്. പ്രാർത്ഥിച്ചെല്ലാം കൃത്യമായിട്ട് കേൾക്കുന്ന ഒരു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്താ പവർ! അത് വരുന്നു, ഇത് വരുന്നു, എൻ്റെ വിടുതൽ വരുന്നു, സമ്പത്ത് വരുന്നു. അത്രയും പവറുള്ള യേശുവിനെ ആർക്കും ഇഷ്ടമില്ലാത്ത. പക്ഷെ യേശുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ്റെ കൂടെ കാരാഗ്രഹത്തിലും അവൻ്റെ കൂടെ മരിക്കാനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ പത്രോസ് ആദ്യം പറഞ്ഞു, ഇപ്പം പറയുന്നില്ല. രണ്ടാമത് വീണ്ടും കർത്താവ് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പിന്നെയും പറയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മൂന്നാമത് കർത്താവിനോട് ചോദിക്കുന്നതിന് എന്താണെന്നറിയോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ? അപ്പോൾ അവൻ കരഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നിനക്കറിയാൻ മേലെ. ഉണ്ട്, അത് ശരിയാ, പക്ഷെ സ്നേഹമില്ല. അപ്പൊ കർത്താവിനെ നമ്മൾ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ, എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ ഇപ്പം നിന്റെ ഉള്ളിൽ സ്നേഹമൊന്നുമില്ല, പക്ഷെ നീ പ്രായമായി കഴിയുമ്പോൾ നിനക്ക് മേലുള്ള നിന്റെ ആശ്രയം വിട്ട് കഴിയുമ്പോൾ വേറൊരുത്തൻ വന്ന് നിന്റെ അരക്കെട്ടി കൊണ്ടുപോകുന്ന സമയത്ത് നീ എനിക്ക് വേണ്ടി മരിക്കുന്ന സ്നേഹമുള്ള ഒരാളായിട്ട് നീ മാറും. മനസ്സിലായോ? അത് പ്രോമിസാ. നമ്മൾ ഇന്നൊന്നിനും കൊള്ളാത്തവരാണെങ്കിലും നമ്മുടെ മേലുള്ള പിടി നമ്മൾ വിടുമ്പോൾ, നമ്മൾ ബലഹീനരായി മാറുമ്പോൾ, നമ്മൾ കാറ്റുപോലെ ആകുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ആൾക്കാരായിട്ട് മാറും. അത് നമ്മുടെ കഴിവിനാൽ അങ്ങനെ ആകുകയില്ല. അപ്പൊ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ ജീവനെ വിട്ടിട്ട് ആ ജീവനുമായിട്ട് പോകണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമല്ല. കാരണം ഇന്ന് മരിക്കാൻ പേടിയാവുന്ന എന്തുകൊണ്ടാ? കർത്താവിൻ്റെ അടുത്തോട്ട് അടുത്ത നിമിഷം പോകുന്ന നമുക്കറിയാലോ. എന്നാലും പേടിയാ. കാരണം കർത്താവിൻ്റെ അടുത്ത് പോകുന്നതിനേക്കാളും നമ്മുടെ ഉള്ളിൽ ഇഷ്ടം ഇവിടെ കുറച്ച് നാളിവിടെ ജീവിക്കുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ് ഈ 35 മാർക്ക് മേടിച്ചവൻ്റെ അവസ്ഥ എന്താണെന്നും എങ്ങനെയാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വാക്യം വായിച്ചു. എന്തായിരുന്നു ആ വാക്യം? റോമാലേഖനം 3:10. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അടുത്ത വാക്യം, അത് ഗ്രഹിക്കുന്നവൻ പോലുമില്ല. അടുത്ത വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരില്ലേ? ഉണ്ടല്ലേ? നമ്മളെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നില്ലേ? ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നില്ല. നമ്മൾ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് അന്വേഷിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡിലൂടെ പോവുകയാണ്. ഇതിലെ ഈ മെയിൻ റോഡിലൂടെ പോകുമ്പം 2 വളവ് അപ്പുറത്ത് പോലീസുകാർ ചെക്കിങ്ങിന് നിൽപ്പുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ബൈക്കിൽ ട്രിപ്പിൾ അടിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചോ. ഓക്കെ, അന്നേരം എതിരെ വരുന്ന നിങ്ങളുടെ സുഹൃത്ത് പറയുവാണ്, എടാ ആ താഴത്തെ വളവിൽ പോലീസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? പോലീസുണ്ടോ? പ്രൈസ് ദ ലോർഡ്. പോലീസുകാരെ കണ്ടിട്ട് കുറേ നാളായി. അതുവഴി പോയേക്കാമെന്ന് പറഞ്ഞ് അതുവഴി പോകുമോ, അതോ ഏതെങ്കിലും ഊടുവഴി പോകുമോ? ഊടുവഴി കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അവിടെ ഇറങ്ങുക, ബൈക്ക് ഉന്തിക്കൊണ്ട് പോവുക. ബൈക്ക് ഓടിക്കാൻ മാത്രം ഹെൽമെറ്റ് മതി. ബൈക്ക് ഉന്താൻ എന്ത് വേണ്ട? ബൈക്ക് ഉന്താൻ ഹെൽമെറ്റും വേണ്ട, ലൈസൻസും വേണ്ട. ടെക്നിക്ക് പറഞ്ഞു തരുന്നതാണ്, കള്ളത്തരം കാണിക്കരുത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും പോയി, പാപിയായ ഒരു മനുഷ്യൻ പോയി, ദൈവമേ ദാ ഞാൻ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞ് ചെല്ലുവോ? ചെല്ലില്ല. ദൈവത്തെ കണ്ടവരെല്ലാം വിറച്ച് വീഴുക ചെയ്തിട്ടുള്ളത്. കാരണം നീതിമാനായ ദൈവത്തെ ആർക്കും അന്വേഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെന്നാ, പക്ഷെ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ കുറച്ചുകൂടെ നല്ലൊരു ജീവിതം നമുക്ക് നമ്മളെ തന്നെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഇതിനെ തിയോളജിയിൽ പറയുന്ന, വേദശാസ്ത്രത്തിൽ പറയുന്നത് ഇൻകർവേറ്റസ് ഇൻ സേ എന്നാണ്. കർവ് എന്ന് പറഞ്ഞാൽ വളഞ്ഞതെന്ന് അർത്ഥം. നമ്മുടെ ദൈവാന്വേഷണം എല്ലാം വളഞ്ഞതാണ്. വാട്ട് എവർ ഗോസ് എറൗണ്ട് കംസ് എറൗണ്ട്. കേട്ടിട്ടുണ്ടോ? എന്താണോ വളഞ്ഞു പോകുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും. ഒരു ഉറുമ്പ് ഒരു ഗ്ലോബിന് മുകളിലൂടെ പോവാണ്. ഓക്കെ, ആ ഉറുമ്പിന്റെ വിചാരം ഞാൻ നേരെയാ പോകുന്നതെന്നാ. പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുക, നമുക്കറിയാം ഇത് കറങ്ങി തിരിഞ്ഞ് എവിടെ തന്നെ വരും. ഞാൻ ഇവിടെ നിന്ന് കറുകച്ചാല് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നടന്നു പോകാന്ന് വിചാരിച്ചോ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നതെന്നാ. പക്ഷെ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഞാൻ വളഞ്ഞാണ് പോകുന്നത്. ആ പോക്ക് ഞാൻ പോയാൽ കറങ്ങിത്തിരിഞ്ഞ്
കൊച്ചി ചെന്ന് അറബിക്കടലിലൂടെ നടന്ന് ആഫ്രിക്കയിലൂടെ നടന്ന് തിരിച്ച് ഇതേ കറുകച്ചാലി വരും. വളഞ്ഞാ പോകുന്നത്. നടപ്പിത്തിരി കൂടുതലായിരിക്കുന്നേ ഉള്ളൂ. ഈ ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ അവസാനം നമ്മുടെ തന്നെ സ്വഭാവമുള്ള ഒരാളെ കണ്ടുപിടിച്ചേക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ അയൽക്കാരെ ഇഷ്ടമില്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ല. നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ദൈവത്തിന് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങൾക്ക് അവരെങ്ങാനും ഇഷ്ടമില്ല, നിങ്ങളുടെ അതിന് മാന്തുന്ന ആളാണെങ്കിൽ ദൈവത്തിനും അവരെ ഇഷ്ടമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾക്ക് ഇഷ്ടമാണോ? മിണ്ടണ്ട. രാഷ്ട്രീയം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ല. ശരിയല്ലേ? നിങ്ങളുടെ പിള്ളേർ അമേരിക്കയിൽ പോകുന്ന ദൈവത്തിന് ഇഷ്ടമാണോ? ഇതൊക്കെ ആർക്കാ ശരിക്കും ഇഷ്ടം? നമുക്ക് തന്നെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ ഈ ദൈവത്തെ കൊണ്ടുവന്നിരിക്കുക, നമ്മുടെ ബിസിനസ്സിനകത്തേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളുടെ അകത്തേക്ക്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു മനുഷ്യനും ഇല്ല. വിശ്വസിച്ചോ? ഓക്കെ, ഇനി വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആരും അന്വേഷിക്കുന്നില്ല. ഇനി നമ്മൾ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അടുത്തത്, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കഥയും കൂടെ പറയാം. ഓക്കെ, ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഇതിൽ മൂത്ത മകൻ മഹാ തല്ലിപ്പൊളിയും അനുസരിക്കാത്തവനും തെമ്മാടിയും നശീകരണ ബുദ്ധിയുള്ളവനുമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആരെയും കുറിച്ചല്ല, കഥയാണ്. 2-ാമത്തെ മകനാണെങ്കിൽ ഭയങ്കര അനുസരണശീലം, വിനയ വിധേയ വിശ്വസ്തൻ ആയ ഇളയ മകനുമാണ്. അപ്പോൾ ഒരു ദിവസം മൂത്ത മകനോട് അപ്പം പറയാണ്, നീ ഈ റൂമെല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത് ഇട്ടേക്കണം ഞാൻ വരുമ്പോഴേക്കും. അപ്പം മൂത്ത മകൻ പറയാണ്, എന്നെ കൊണ്ട് വയ്യ. അപ്പം അപ്പം പറയും, നീ മര്യാദയ്ക്ക് ഇതെല്ലാം അടിച്ചു വാരി ഇട്ടാൽ നിനക്ക് ഞാനൊരു ചോക്ലേറ്റ് തരാം. അപ്പം മൂത്ത മകൻ പറയും, എനിക്ക് നിങ്ങളുടെ ചോക്ലേറ്റ് ഒന്നും വേണ്ട. അപ്പം അപ്പം പറയും, നീ മര്യാദയ്ക്ക് ഇത് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല, ഞാൻ നിന്നെ വീടിന് പുറത്താക്കും. അപ്പം ചിന്തിക്കുകയാണ്, കർത്താവെ 15 വയസ്സേ ഉള്ളൂ, വീടിന് പുറത്താക്കി എങ്ങനെ ജീവിക്കും? ഈ അപ്പൻ്റെ കാര്യം എന്നാ ചെയ്തേക്കാം. അവൻ അടിച്ചു വാരിയിട്ടു. 2-ാമത്തെ മകനോട് പറഞ്ഞതുമില്ല അപ്പൻ. പക്ഷേ വേറൊരു ദിവസം അപ്പം പറഞ്ഞില്ല, അങ്ങ് പോയി. പക്ഷേ ഈ മോൻ ആലോചിക്കുകയാണ്, എൻ്റെ അപ്പനും അമ്മ എനിക്ക് എന്തുമാത്രം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഞാൻ ഈ റൂം അങ്ങ് അടിച്ചു വാരിയിട്ട് അത്രയും പണി അമ്മയ്ക്ക് കുറഞ്ഞിരിക്കും, ഞാനതങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇവൻ തന്നെ അടിച്ചു വാരിയിടുന്നു. നിങ്ങൾ 2 പേരെ നോക്കിക്കേ, 2 അനുസരണം നടന്നല്ലേ? 2 അനുസരണം നടന്നില്ലേ? നീതി നടപ്പായി. കവിളത്തടി 3 പ്രാവശ്യം കൊണ്ടു, നീതി നടപ്പായി. പക്ഷെ നീതിമാൻ ഉണ്ടായില്ല. നീതിമാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതാരാ? മറ്റേ ആൾ നീതിമാനാണോ? അത് പ്രവർത്തിച്ചത് കൊണ്ട് പുള്ളി നീതിമാനായോ? ആയില്ല. പ്രവൃത്തി ഉണ്ടാക്കി. കൽപ്പനകൾക്ക് അത്രേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കാതിരിക്കാം, നമ്മളെ കൊണ്ട് മോഷ്ടിപ്പിക്കാതിരിക്കാം, കൽപ്പനയ്ക്ക് സാധിക്കും. പക്ഷേ കൽപ്പന ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. കാരണം നന്നായിട്ടില്ല അകത്തുനിന്ന്. കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളെല്ലാവരും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, ആരും കോപ്പി അടിക്കുന്നില്ല, എല്ലാവരും പേപ്പറിലോട്ട് നോക്കി എഴുതിക്കൊണ്ടിരിക്കുന്നു, സൈഡിലോട്ട് പോലും നോക്കുന്നില്ല. എന്തൊരു ക്ലീൻ ആൻഡ് ഡിസിപ്ലിൻഡ് ക്ലാസ്. പക്ഷേ അതിനകത്തൊരു സീക്രട്ട് ഉണ്ട്. എന്താണെന്നറിയാം? അവിടെ ഒരു സാറുണ്ട്, പുള്ളിക്ക് ഭയങ്കര കണ്ണ. ഒരു കൊച്ചവിടെ അനങ്ങിയാൽ ഇയാൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര നീതിമാന്മാരാ. ഇതിനകത്ത് എത്ര ഒറിജിനൽ നീതിമാന്മാരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം? സാറങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. സാർ പറയണം, മക്കളെ നിങ്ങൾ എക്സാം എഴുതിക്കോ, ഞാനിതാ പോകുന്നു, ബൈ ബൈ. അന്നേരം അറിയാം അതിനകത്ത് നീതിമാന്മാർ എത്ര ഉണ്ടെന്നുള്ള കാര്യം. എത്ര കാണുമായിരിക്കും നിങ്ങൾ ആലോചിച്ചോ? അപ്പൊ ന്യായപ്രമാണം കൊണ്ട് നീതി പ്രവർത്തികൾ ഉണ്ടാക്കാം, പക്ഷെ നീതിമാനെ ഉണ്ടാക്കാൻ പറ്റിയില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? നീതിമാൻ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. നീതി ചെയ്തത് കൊണ്ട് നമ്മൾ നീതിമാന്മാരാകുന്നില്ല. 10 രൂപ ദശാംശം ഇട്ടിട്ട് 100 രൂപ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവൻ നീതി ചെയ്തിട്ടില്ല, അവൻ അത്യാഗ്രഹിയാണ്. ആ 10 രൂപ ഇടുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ പറയുന്നറിയോ? മാമോനെ, നീ 100 ഇരട്ടിയായി മടങ്ങി വരണേന്ന്.
എല്ലാവരും ഞെട്ടിയിരിക്കണോ? അങ്ങനെ ഇട്ടവരാണോ ഇവിടെ ഇരിക്കുന്നത്? അറിയാൻ പറ്റും. നിയമങ്ങൾ കൊണ്ട് പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നരകത്തിലുള്ളെന്നും പറഞ്ഞും അടികിട്ടുമെന്നും പറഞ്ഞും ദശാംശം ഇടിയിപ്പിക്കാം. പക്ഷെ നീതിമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ദൈവം നമ്മളെ നീതിമാനാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പിടിയും കിട്ടുന്നില്ലല്ലേ? നമ്മളെ കാറ്റുപോലെ ആക്കണം. നമ്മളെ പുതിയ മനുഷ്യരാക്കി പുതിയൊരു സ്വഭാവം നമുക്ക് തരാതെ നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാൻ കഴിയത്തില്ല. അപ്പൊ നമുക്കൊരു പുതിയ സ്വഭാവം ദൈവം തരണം. അതിനാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്വഭാവം ഉരിഞ്ഞു കളഞ്ഞ് പുതിയൊരു സ്വഭാവം ദൈവം നമുക്ക് തരുന്നു. 22-ാം വാക്യം വായിച്ചേ. സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി മാറി. ഇത് പ്രവാചകന്മാരുടെ സാക്ഷ്യമാണേ. അടുത്ത വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ 2 തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന് നമ്മൾ പ്രവർത്തിച്ച് നേടുന്ന നീതി, ഓക്കെ, അത് കൃപയല്ല. മറ്റൊന്ന് ആ നീതി പോരാ, എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന നീതി വേണം. ആ നീതി ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾക്ക് ഏത് നീതിയാണ് വേണ്ടത്? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന നീതി മാത്രമേ ആ കുഞ്ഞാടിൻ്റെ നീതി വസ്ത്രമായിട്ട് മാറുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ അത്തീലകളായിട്ട് ഇരിക്കുകയുള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത വാക്യം. അടുത്ത വാക്യം വായിച്ചു. അതിനടുത്ത വാക്യം, തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും, ശ്രദ്ധിക്കണേ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് ഇങ്ങനെ ചെയ്തു. അപ്പൊ ദൈവം എന്തിനിങ്ങനെ സൗജന്യമായിട്ട് നീതീകരിച്ചത്? നീതിമാൻ ആരുമില്ല, നീതിമാൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നും അവനിൽ വിശ്വസിക്കുന്നവൻ മാത്രമേ നീതിമാനാക്കപ്പെടുകയുള്ളൂ എന്നും തെളിയിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്ത് ചെയ്തത്? ഇങ്ങനെ സൗജന്യമായ ഒരു നീതി വച്ചത്. മനസ്സിലായോ? ഞാനത് ഒന്നും കൂടെ വിശദീകരിക്കാം. നിങ്ങൾക്ക് എന്നെ പോലെ ആകണം എന്ന് ആഗ്രഹം വേണ്ട, വെറുതെയാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. എന്ത് ചെയ്താൽ മതി? പ്രവർത്തിച്ചാൽ മതി. നിങ്ങളുടെ പാസ്റ്ററെ പോലെ ആകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രവർത്തിച്ചാൽ മതി. എന്നാൽ ക്രിസ്തുവിനെ പോലെ ആകുന്ന കാര്യം എന്ന് പറഞ്ഞേ, എടാ ക്രിസ്തുവിനെ പോലെ ആകടാ. പറ്റുമോ ഇല്ലയോ? നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പൊ ക്രിസ്തുവിനെ പോലെ ആകുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ നടക്കൂല. കാരണം സൂചിക്കുഴ പോലെയാണ്. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ്, കർത്താവേ നീ എന്നെ യേശുവിനെ പോലെ ആക്കി മാറ്റും. ഇത് രണ്ടും കൽപ്പിച്ചുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് പറ്റുമെന്ന്? ഈ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതി ഇതെന്താണ്? ഈ നീതി എന്നുള്ള കാര്യം ഞാനൊരു ഇല്ലസ്ട്രേഷനോടെ കാണിച്ചു തരാം. 2 കഥകളൂടെ പറയുമ്പോൾ നമ്മുടെ ടൈം തീരും. അരമണിക്കൂറുണ്ട് ഇനിയുള്ള 2 കഥകൾ. നമുക്ക് ആദ്യം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കാം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരെ തീർന്നു. അപ്പോൾ മനുഷ്യനീതി എന്ന് പറയുന്ന മനുഷ്യർ പ്രവർത്തിക്കുന്ന നീതിയും ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തു പ്രവർത്തിക്കുന്ന നീതിയുമാണ്. അല്ലേ? മനുഷ്യരുടെ നീതിയാൽ ഞാൻ നീതിമാനാകണമെങ്കിൽ ഞാൻ അനുസരിച്ച് പ്രവർത്തിക്കണം. ക്രിസ്തുവിന്റെ നീതിയാൽ ഞാൻ നീതിമാനാകണമെങ്കിലോ ഏകന്റെ അനുസരണത്താൽ നമ്മളെല്ലാവരും നീതിമാന്മാരായി മാറണം. അല്ലേ? അപ്പൊ അത് സൗജന്യമേ മാത്രമേ നമുക്ക് തരാൻ സാധിക്കുള്ളൂ. ഇതെങ്ങനെ ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അടുത്ത വാക്യം, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഓക്കെ, നമ്മളിവിടെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് ഫ്രണ്ടിൽ 3 പിള്ളേരാണ്. ഇവിടെയുള്ള ഏറ്റവും ചെറിയ പിള്ളേർ ഞാൻ വിചാരിക്കുന്നത് 3-4 പിള്ളേർ. അവരവിടെ ഭയങ്കര ഗെയിമാണ്. പക്ഷെ നമ്മളൊന്നും മിണ്ടുന്നില്ല. നമ്മളത് ക്ഷമിച്ചു, സഹിച്ചു, അത് കണ്ട് സന്തോഷിച്ചു. ഇനി ഞാനും ഈ 2-3 പാസ്റ്റർമാർ ഇവിടെ നിന്ന് ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും?
ഇവന്മാരൊക്കെ പാസ്റ്റർമാരായിട്ട് നടക്കുന്നതിന് പകരം വേറെ വല്ല ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ പോരാന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? അതെന്താ കാരണം? ആ കുഞ്ഞുങ്ങൾക്ക് പാപം ഇല്ല, പാപം ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഈ പ്രമാണം ഇടയിൽ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? പാപം അങ്ങ് പെരുകും. ഈ ആൾക്കാർ വിചാരിച്ചിരുന്ന ചെയ്ത് ലംഘനം പെരുകുന്നിടത്ത് കൃപ പെരുകുന്ന, അങ്ങനല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം വന്ന് ഞാൻ വെറും പൊട്ടനാന്ന് എന്നെ കാണിച്ചു തരുമ്പോൾ എൻ്റെ പാപങ്ങൾ പെരുകിയ അവസ്ഥയിലായി ഞാൻ നിലവിളിക്കും, കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന്. ആ ഒരു മാനസാന്തരത്തെക്കുറിച്ച് അവിടെ പറയുന്നത് മനസ്സിലായി? എങ്ങനെയാ ലംഘനം പെരുകുന്നത്? കൃപ പെരുകേണ്ടതിന് ലംഘനം പെരുകുന്നത് നമ്മൾ ചെയ്ത് പെരുകുന്നതല്ല. ഇന്നലെ വരെ എനിക്ക് പാപമില്ല എന്ന് വിചാരിച്ചിരുന്നയാള് ഈ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുമ്പോൾ മുഴുവൻ പാപമാണല്ലോ കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നതിനെയാണ് ശരിക്കും അവിടെ ലംഘനങ്ങളുടെ പെരുക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു നിലവിളിയാണ്. എൻ്റെ ലംഘനങ്ങൾ വല്ലാതെ പെരുകിയിരിക്കുന്നു, ഈ ന്യായപ്രമാണം എന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു, ഞാൻ പാപി എന്ന് വിധിച്ചിരിക്കുന്നു. ഞാൻ ഈ ഇവിടുത്തെ പാസ്റ്ററുടെ വീട്ടിലാണ് താമസിക്കുന്നത് വിചാരിച്ചിരുന്നു. അല്ല, ഞാൻ പോവാണ് എങ്കിലും ഇതൊക്കെ കഥകളാണല്ലോ. അപ്പൊ പാസ്റ്ററിനോട് പറയാണ്, ഇവിടെ താമസിക്കുന്നൊക്കെ കൊള്ളാം, ഇവിടെ ഒത്തിരി വിലയേറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, പോകുമ്പോൾ ഒന്നും അടിച്ചോണ്ട് പോയേക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ? പുള്ളിനോട് പറഞ്ഞത് മോഷ്ടിക്കരുതെന്നല്ലേ പറഞ്ഞത്, നല്ല കാര്യമല്ലേ? പക്ഷേ അത് എന്നോട് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? എന്നാലും വേണമെങ്കിൽ മോഷ്ടിക്കാൻ സാധ്യതയുള്ളവനാണ് ഞാനെന്ന് പാസ്റ്റർ കരുതുന്നത് കൊണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് പോയപ്പോൾ എന്തോ അടിച്ചു മാറ്റിയ കാര്യം പാസ്റ്റർ അറിഞ്ഞു കാണുമായിരിക്കും. കഥയാ കേട്ടോ. അപ്പം ഈ ന്യായപ്രമാണം എന്നെ എന്താ പാപബോധം വരുത്തുവരെ ഞാൻ പാപിയാണ്. ഓക്കെ, സഭയിൽ നിന്ന് 2 പേര് സുവിശേഷ വേലയ്ക്ക് പോവാ, തലയൊക്കെ വെച്ച് പാസ്റ്റർ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ സഭയുടെ അവസ്ഥ എന്താണ്? അപ്പൊ ന്യായപ്രമാണം നമുക്ക് എന്താ വരുത്തുന്നത്? കർത്താവ് പറയാണ്, പൗലോസിനെ വിളിച്ചിട്ടാ വ്യഭിചാരം ചെയ്തത് കേട്ടോ. പൗലോസ് നെഞ്ചത്തടിക്കുക, കർത്താവ് ഞാൻ വ്യഭിചാരം ചെയ്തു പോകുന്ന ആളാണെന്ന് ദൈവമേ നിനക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ന്യായപ്രമാണം എന്താ ചെയ്യുന്നത്? ഈ ന്യായപ്രമാണം വിട്ട് നിന്നെ പിടിച്ചില്ലെങ്കിൽ നിന്നെ ഒന്നും കിട്ടുകയില്ല, നീ എല്ലാം പോക്കാണെന്നാണ് ന്യായപ്രമാണം നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഒരിക്കലും മോഷ്ടിക്കാത്ത നീതിമാനായ ദൈവത്തിൽ ജനിച്ച ഒരാൾക്ക് ഈ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ടാണോ മോഷ്ടിക്കാത്തത്? കൽപ്പനകൾ ഉള്ളത് കൊണ്ടാണോ നീതിമാനാകുന്നത്? അല്ല, അവന്റെ ഉള്ളിൽ ആത്മാവുള്ളത് കൊണ്ടാണ്. ഇതാണ് ആത്മാവിനാലുള്ള നീതീകരണവും കൽപ്പനകളാലുള്ള നീതീകരണം. കൽപ്പനകളാൽ നീതീകരണം സംഭവിക്കുന്നില്ല, കുറച്ച് നീതി പ്രവർത്തികൾ ഉണ്ടാകുന്നതേ ഉള്ളൂ. എന്നാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവൻ തന്നെ നമ്മുടെ നീതിയായി മാറും. ഇനി വിശ്വാസത്താലുള്ള നീതി എങ്ങനെയാണെന്നുള്ളതിന് 2 കഥകൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ഓക്കെ, ഈ 2 കഥകളോടെ നിങ്ങൾ പ്രത്യാശ ഉള്ളവരായി മാറണം, അതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യത്തെ കഥ, ഈ ക്ലോക്ക് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ഇരുട്ടത്ത് പോലും കാണാവുന്ന ക്ലോക്കാണത് അല്ലേ? അതിന് നടുവിൽ ഈ 2 സൂചിയുടെ നടുക്കുള്ള ഒരു ചെറിയ സ്പോട്ട് നിങ്ങൾ കണ്ടോ? കണ്ടില്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കണം. എൻ്റെ കണ്ണട എവിടെ വെച്ചിട്ട് പോന്നു, അതുകൊണ്ട് അതിൻ്റെ പ്രയാസം എനിക്കുണ്ട്. ഞാൻ ഭയങ്കര മറവിക്കാരനാണ്, എവിടെ കണ്ണട എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കൽപ്പന തരികയാണ്. അതുപോലെ ആ കർത്താവിൻ്റെ കൽപ്പന ഭയങ്കര കട്ടിയാണല്ലോ. ആ ഏറ്റവും പുറകിലെ വാതിലിന് വെളിയിൽ ആ കാറ് കിടപ്പുണ്ട്. നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. ആ കാറിൻ്റെ അവിടെ നിന്നിട്ട് 1000 ആരോസ് അമ്പ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ പറയാണ്, ലക്ഷ്യം തെറ്റരുത്, ആ സെൻട്രൽ പോയിന്റിൽ കൊള്ളിക്കണം, ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. പാപം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹമാർത്തിയ, ലക്ഷ്യം തെറ്റുക. കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ ആ കാറിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നിങ്ങൾ എറിയാണ്. 1000 ആരോ. ആദ്യത്തെ ആരോ എവിടോ ഒന്ന് വീണു, രണ്ടാമത്തെ ആരോ എവിടോ 1000 ആരോ ഇട്ട് ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ കൊള്ളു നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പക്ഷെ കർത്താവ് എറിഞ്ഞപ്പം പെർഫെക്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവനിൽ ഒരു പാപം ഉണ്ടായിരുന്നില്ല. ഹി ഒബേഡ് പെർഫെക്റ്റ്ലി. അപ്പൊ ആകെ 1000 ആരോയും നിലത്ത് ആ പോയിന്റിൽ കൊള്ളിച്ച ഒരൊറ്റയാള് കർത്താവ് മാത്രം. അതുകൊണ്ടാണ് റോമാലേഖനം 5:19 പറയുന്നത്, ഏകന്റെ അനുസരണത്താൽ നിങ്ങൾ എല്ലാവരും നീതിമാന്മാരായി മാറും. എങ്ങനെയാ മാറും? വിശ്വാസത്താൽ നീതിമാന്മാരായി മാറും. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ അവിടെ പോയി എറിയാൻ തുടങ്ങുവാണ്. ആദ്യത്തെ ഏർ ആ നീല കാർപ്പറ്റിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വീണു, ഒരു ഉന്നവും ഇല്ല. രണ്ടാമത്തെ ഏർ കുറച്ചുകൂടെ മുമ്പ് വീണു. പിന്നെ 2ഉം കൽപ്പിച്ച് ഉന്നം പിടിച്ചൊക്കെ എറിഞ്ഞ ഒരു 500ാമത്തെ ഏർ ഇവിടെ വന്ന് വീണു. പിന്നെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞൊരു 990ാമത്തെ ഏർ ഈ PYPA ത്രിദിന ബൈബിൾ സ്റ്റഡിയുടെ മുകളിൽ വന്ന് വീണു.
999 ആരോ ക്ലോക്കിൻ്റെ തൊട്ട് വിളിയും. അപ്പം എനിക്ക് ഉത്സാഹം വർദ്ധിക്കുക. മരിക്കുന്നതിന് മുമ്പ്, അവസാനത്തെ ആരും എറിയുന്നതിന് മുമ്പ് സെൻട്രൽ പോയിന്റിൽ കൊള്ളിക്കണം. പക്ഷെ അവസാനത്തെ ആരും എതിലെയോ പോയി, ഞാൻ മരിച്ചു. വെള്ളം കുടിക്കട്ടെ. ഞാൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ കർത്താവിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ജീവിതം? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, നീ എന്നെ മകനെ എന്ന് വിളിച്ചു, ഞാൻ നിന്നെ അപ്പാന്ന് വിളിച്ചു, ആത്മാവിനെ തന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുസരിക്കാൻ അവൻ എന്തെല്ലാം ആത്മീക ധനം വേണമായിരുന്നോ അതെല്ലാം എനിക്കും തന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പോലും യേശു കർത്താവ് ചെയ്ത പോലെ ചെയ്തില്ല. എന്നെ മുണ്ടത്താനത്ത് പ്രസംഗിക്കാൻ വിളിച്ചു, ഞാൻ 3 ദിവസവും പോയി പ്രസംഗിച്ചു. പക്ഷേ യേശു കർത്താവ് പ്രസംഗിക്കുന്നവരായില്ല. ലക്ഷ്യം തെറ്റിപ്പോയി. യേശു കർത്താവായിരുന്നെങ്കിൽ എന്ത് സ്നേഹമായിരുന്നേനെ, എന്ത് കരുണയായിരുന്നേനെ നിങ്ങളോട്. ഞാൻ ഇപ്പം തന്നെ നിങ്ങളെ മറന്നുപോകും. അപ്പം എനിക്കതിനകത്ത് ഒരു മാർക്കും കിട്ടാനില്ല. ഞാൻ പറയും, എൻ്റെ കർത്താവ് ഒത്തിരി ഓടിയോ എങ്ങും എത്തിയില്ല, എവിടെയൊക്കെയോ പോയി ആരോ വീണു. നീ ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഇപ്പം നീ എന്നെ പിടിച്ച് നരകത്തിലിട്ടാലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം കർത്താവ് പറയും, മോനെ, നിന്റെ പ്രവൃത്തികൾ നോക്കിയാൽ നീ അവിടെ ഇവിടെ എവിടെയൊക്കെയാണ് കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷെ നീ ഉണ്ടല്ലോ, ആദ്യത്തെ ആരോ മുതൽ നീ ഉന്നം പിടിച്ചത് എങ്ങോട്ടാണെന്നറിയോ? എങ്ങോട്ടാ? ആ ക്രിസ്തുവിലേക്കാ. അതാ നിന്റെ ഫെയ്ത്ത്. ഞാൻ നീ എങ്ങോട്ടാ ഉന്നം വെക്കുന്നതെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എങ്ങോട്ടാ ഉന്നം വെക്കുന്നേ? അംബാനിയെ പോലെ ആകാനാണോ? യേശുക്രിസ്തുവിനെ പോലെ ആകാനാണോ? അപ്പം ഞാൻ വിശ്വസിക്കുക, ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്ന. ആ ഫെയ്ത്ത്, എൻ്റെ നോട്ടം എവിടെയാണോ ആ വിശ്വാസത്തെ ദൈവം നീതിയായിട്ട് അക്കൗണ്ട് ചെയ്താണ് നമ്മളെ ഇതിനകത്തോട് ഊരി എടുത്തുകൊണ്ട് പോകുന്നത്. എന്ത് അത്ഭുതമല്ലേ! നിങ്ങൾ ആലോചിച്ചെങ്കിൽ ഫെയ്ത്തിലൂടെ നമ്മളെ രക്ഷിക്കാൻ കർത്താവ് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം നശിച്ചു പോയേനെ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വലിയൊരു നീതി കൊണ്ടുവന്നു. മനുഷ്യർക്ക് പ്രശംസയില്ലാത്ത ദൈവത്തിൻ്റെ നീതി കൊണ്ടുവന്നു. യേശു കർത്താവ് എന്ന ഏകനാൽ അനുസരണം പൂർത്തിയാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു, വിശുദ്ധ ജീവിതം ജീവിച്ചോ എന്ന് പറഞ്ഞു. അമ്പ് നമ്മുടെ കയ്യിലോട്ട് തന്നു. നമ്മൾ, ഞാനല്ല കർത്താവെ, അങ്ങാണ് ജീവിക്കുന്നത്, ഞാൻ മരിച്ചു. ആരോ യേശുവിനെ പോലെ നടക്കുന്നു. പക്ഷേ ഈ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടിട്ട് ഓരോ പ്രാവശ്യം കർത്താവിന് ഉന്നം വയ്ക്കുമ്പോൾ അതെനിക്ക് നീതിയായി. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആരെപ്പോലെ ആകാൻ വേണ്ടിയാണ് ഓടിയത്, അതാണ് എൻ്റെ ഫെയ്ത്ത്. അപ്പൊ കാറ് വാങ്ങിക്കുന്നതാണോ ഫെയ്ത്ത്? യേശുക്രിസ്തുവിനെ നേടുന്നതാണോ ഫെയ്ത്ത്? സഹോദരങ്ങളെ, ഈ അതിവിശുദ്ധ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? യേശുവിനെയാണ് കിട്ടുന്നത്. അവനാണ് നമ്മുടെ നീതി. അവിടെയാണ് നമ്മുടെ പ്രത്യാശ ഇരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളിലല്ല, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്മേലാണ്. ഇപ്പൊ കുറച്ച് പ്രത്യാശ ഉള്ളിൽ ഉണ്ടാകുന്നില്ലേ? ഇല്ലേ? ഇതാണ് അപ്പോസ്തലിക ഉപദേശം. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമ്മൾ ശേഷം പ്രത്യാശയില്ലാത്ത ജനങ്ങളെ പോലെ ഈ നശിച്ച ലോകത്ത് വീണു പോവുകയില്ല. നമ്മൾ ഉത്സാഹമുള്ളവരായി കർത്താവിൻ്റെ പ്രതിഫലം പ്രാപിക്കുന്നവരായി വരണമെങ്കിൽ ഈ വിശ്വാസത്തിൽ നിങ്ങൾ പണിയപ്പെടണം. എൻ്റെ പേടി, ഇത് നിങ്ങൾ ഇന്നുള്ളിൽ സംഗ്രഹിച്ചാലും 2 ദിവസം കഴിയുമ്പോഴേക്കും പിണറായി വിജയൻ്റെ കഥയും പൊളിറ്റിക്സും ഇസ്രായേലിൻ്റെ കഥയൊക്കെ കേട്ട് ഈ കാക്കകളെല്ലാം കൂടെ വന്ന് ഈ വചനം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളിതെല്ലാം മറന്നുപോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് വായിക്കണം. കാരണം ഈ പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മൾ അന്ത്യകാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് വെറുതെയാണ്. ഇനി നമുക്ക് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ കഥ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. പാസ്റ്ററെ, ഞാൻ വിശ്വാസത്തിൽ വന്ന് അടുത്ത കാലത്താണ്, ഞാൻ എന്നെ മരിക്കാറായി, എൻ്റെ കാലം തീരാറായി, ഞാൻ എറിഞ്ഞത് പകുതി വഴി പോലും എത്തിയിട്ടില്ല. അപ്പം എൻ്റെ അവസ്ഥ എന്താവും? അപ്പം ഞാൻ പറയും, കർത്താവിന് ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ വഴിയിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയായിരുന്നു. അവനെ വിളിച്ച് കർത്താവ് പണിയാൻ പോകാൻ പറഞ്ഞു. രാവിലെ 10 മണിക്ക് കുറേ പേര് വിട്ടു, 5 മണി, വൈകിട്ട് 5 മണിക്കും കുറച്ച് പേര് വിട്ടു. പോരാ നേരത്തെ എല്ലാവർക്കും ഒരേ പ്രതിഫലം കൊടുത്തു. അപ്പോൾ അതിനർത്ഥം എന്താണ്? എത്ര നാൾ എറിഞ്ഞു എന്നുള്ളതല്ല, എത്ര ദിവസം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങോട്ടാ നീ ഓടിയതെന്നുള്ളത് മാത്രമാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ഓട്ടം ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. എത്ര പേർക്ക് ഒരു ധൈര്യമുണ്ട്? ഇനി ഒരു കഥയും കൂടെ പറയുമ്പം നമ്മുടെ കഥ തീരും. ഇനി കർത്താവ് വന്നാലും നമുക്ക് സന്തോഷമായിരിക്കും. കാരണം ഈ കഥയും കൂടെ കേട്ട് മനസ്സിലായത്. ഞാൻ നിങ്ങളുടെ ഗിരിപ്രഭാഷണത്തിലെ നീതി, കർത്താവിൻ്റെ നീതി, സൂചിക്കുഴലിൽ പോകുന്ന കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും സൂചിക്കുഴ പോലെയാണ്. ഓർമ്മയുണ്ടോ? ആർക്കും കയറാൻ പറ്റാത്ത. അപ്പോൾ ഈ പരീക്ഷയിൽ നമ്മൾ ആരും ജയിക്കാൻ പോകുന്നില്ല, തോറ്റു പോവുള്ളൂ സ്വാഭാവികമായി നോക്കിയാൽ. കാരണം നമുക്ക് ആർക്കും ഈ സൂചിക്കുഴലിൽ കയറാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി
ഒരു സാങ്കല്പികമായ ഒരു ക്ലാസ് റൂമാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതൊരു ക്ലാസ് റൂമാണ്. ഏത് ക്ലാസ്സിലും ഒട്ടും പഠിക്കാത്ത 1-2 പിള്ളേർ കാണും, നല്ലപോലെ പഠിക്കുന്ന 1-2 പിള്ളേരും കാണും, ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കായിരിക്കും. അല്ലേ? അങ്ങനെയല്ലേ? 100-ൽ 98 കിട്ടുന്ന ഒരാളും 99 കിട്ടുന്ന ആളുമാണ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നത്. ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു മൂലയിലിരിക്കുന്ന ഞാൻ 0 എപ്പോഴും 0. എനിക്ക് 0 അല്ല, ഒന്നും കിട്ടുന്നില്ല. അവിടെ 60 കിട്ടുന്നവരുണ്ട്, 45 കിട്ടുന്നവരുണ്ട്, 30 കിട്ടുന്നവരുണ്ട്. ഞാൻ മാത്രം എപ്പോഴും 0. ആ 0 വിദ്യാർത്ഥി ഞാനാണ് എന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. ഞാനാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്ന് നിങ്ങൾ തന്നെ പറയണം. മനസ്സിലായ? പറഞ്ഞ് ഞാനാണ്, മനസ്സിൽ പറഞ്ഞാൽ മതി, ഉറക്കെ പറയണ്ട. ഞാനാണ് ആ പൊട്ടനായ 0 കിട്ടുന്ന വിദ്യാർത്ഥി. നമ്മൾ വേറൊരുത്തനെ പൊട്ടാന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് ഇടയാവുള്ളൂ, നമ്മളെ തന്നെ വിളിച്ചാൽ കുഴപ്പമില്ല. കാരണം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറും പൊട്ടനെ പോലെ മൃഗത്തെ പോലെ ആയിരുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ തന്നെ പറയാം, നോ പ്രോബ്ലം. അപ്പോൾ എല്ലാം പരീക്ഷയ്ക്കും 0 വാങ്ങിച്ച്, അല്ലാതെ നിങ്ങൾ പണ്ട് ചെയ്ത നീതി ഒന്നും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കില്ല കേട്ടോ, എല്ലാം പോക്കാം. പണ്ട് ചർച്ചിൽ ഫാൻ മേടിച്ചു കൊടുത്തതൊന്നും നിങ്ങളിപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കരുത്. അന്ന് നിങ്ങൾ പിറ്റേ ദിവസം വന്നാൽ ഫാൻ നല്ലോണം കറങ്ങുന്നുണ്ടോ നോക്കിയപ്പോഴത് തീർന്നതാണ് ആ നീതിയുടെ ഗമ. ഒരു ചർച്ചിനൊരു തൂണ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തൂണ് പിന്നെ നോക്കും, ഞാൻ പണിത തൂണ്, ഞാൻ കൊടുത്ത ഫാൻ, ഞാൻ കൊടുത്ത ക്ലോക്ക്, അതിനൊരു ബാറ്ററി ഇടാൻ പോലും ഈ പാസ്റ്ററിനെ കൊണ്ട് വയ്യ, ഞാൻ കൊടുത്ത കസേര, ഞാനിത്, നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പോകില്ല. ഞാൻ പണിത പള്ളി, അവരൊക്കെ ഇരുന്ന് ആരാധിക്കുന്ന കണ്ടില്ലേ, പൈസ എൻ്റെയാ. അവർക്കെല്ലാം പ്രതിഫലം കിട്ടിപ്പോയി. ഞാനൊരു ചർച്ചിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ചെന്ന് അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ ഈ ചർച്ചിലെ കസേരല്ലേ മേടിച്ചു വന്ന് പാസ്റ്റർ വല്ലതും പറഞ്ഞായിരുന്നു എന്ന്. നിങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത്. അപ്പം ഇങ്ങനെയുള്ള നീതി പ്രവൃത്തികളെല്ലാം വെച്ച് നമ്മൾ 5, 10, 15, 20, 35 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എല്ലാം വലിച്ചേറി കളഞ്ഞേക്ക് എല്ലാം 0. കാരണം കർത്താവ് ഇതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്ന കർത്താവിൻ്റെ വേലയുടെ വർദ്ധനവിന് വേണ്ടി. ഈ നീതിയുടെ അനുസരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല സാധനം, വേറെ. അപ്പം അങ്ങനെ ഞാൻ പൊട്ടനായി ക്ലാസ്സിലിരിക്കുകയാണ്, ഞാൻ തോക്കുന്ന ഉറപ്പാണ്. അപ്പം അപ്പുറത്തെ വിദ്യാർത്ഥി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ഭയങ്കര പഠിത്തമാണ്, അല്ലെ? നമുക്കങ്ങനെ തോന്നും. അവൻ 99കാരനാണ്, അവൻ പാസ്സാവും. ഇപ്പുറത്തിരിക്കുന്നത് 34കാരനാണ്, അവൻ 1 മാർക്ക് മതി, അവൻ ട്യൂഷൻ എടുത്ത് അവൻ രക്ഷപ്പെടും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പൊട്ടും എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഒരു സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ചേസേ, ഒരു നല്ല വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ചോദിക്കും, എന്താ സാർ നല്ല വാർത്ത? ഈ പ്രാവശ്യം നിന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ പറയാം, അത് മതി, നല്ല വാർത്ത. സാർ ഒരു കാര്യം ചെയ്യും, ഒരു 10 ചോദ്യം, എനിക്ക് 35 മാർക്ക് മതി, അത് മേടിക്കാനുള്ളൊരു 10 ചോദ്യം നീ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നാൽ ഞാൻ അത് പഠിച്ചിട്ട് പാസ്സായിക്കോളാം, എനിക്കിതങ്ങ് തീർന്നു കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും അപ്പുറത്തൊന്ന് ചാടിയാൽ മതി. അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനിരിക്കുന്നവർ. അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ സാറ് പറഞ്ഞാൽ ആ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. താഴ്മയുള്ളവനായിരിക്കണം, സ്നേഹിക്കണം. ഞാൻ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്കും പറഞ്ഞാണ്, താഴ്ത്തി സമർപ്പിക്കുന്നു, പൊടി പോലെ ഏൽപ്പിക്കുന്നു. പക്ഷേ അടുത്തിരിക്കുന്ന തോണ്ടിയപ്പം ഈ പുഴുവും പൊടിയും എല്ലാം ചാടി പാമ്പ് പോലായി. കാരണം താഴ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നില്ല. ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരുന്നില്ല. ഗമ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. സ്നേഹിക്കണമെന്ന് ആഗ്രഹമില്ല, ഞാൻ തീരുമാനം എടുത്താൽ നാളെ മുതൽ ഞാൻ എൻ്റെ അമ്മായിയമ്മയെ ജീവനെ പോലെ സ്നേഹിക്കും. അമ്മായിമ്മയുടെ മുഖം കാണുമ്പോൾ ആ സ്നേഹം ആകെയായിട്ട്. എത്രയോ നാള് പരിശ്രമിച്ച് തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ആൾക്കാരാ ഇതേ ചോദ്യം പിന്നെ. സാറ് പറയും, ആകെ 5 or 6 ചോദ്യമുള്ളൂ. കരുണ, സ്നേഹം, ന്യായപ്രമാണത്തിൽ ഘനമേറിയത്. സാറേ വിട്ടേക്ക്, ഞാൻ തോറ്റു, എനിക്കിത് ഒരു കാര്യം പോലും അനുസരിക്കാൻ പറ്റില്ല. പണ്ട് ഒരമ്മച്ചി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഭയങ്കര താഴ്മ പരിശീലിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഇത് നടന്ന കഥയാണ്, ചുമ്മാ തമാശല്ല, ഒരു സുഹൃത്ത് ഒരു ചർച്ച ചെന്ന് പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഈ അമ്മച്ചി പുറകെ ചെന്നു. പുറകെ വന്നിട്ട് സുഹൃത്തിനോട് ചോദിച്ചു, എന്നെക്കുറിച്ച് ഇവിടുത്തെ പാസ്റ്റർ വല്ലതും പറഞ്ഞായിരുന്നു ചോദിച്ചു. പുള്ളി പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഈ ചർച്ചിലെ ഏറ്റവും താഴ്മയുള്ള അമ്മാമ്മ ഞാനാണെന്ന് എല്ലാവരും പറയുന്നത്. അവസാനം താഴ്മ ധരിക്കാൻ ശ്രമിച്ച് താഴ്മയുള്ളവൻ എന്നുള്ള അഹങ്കാരം ഉണ്ടാകുന്ന മാത്രമായിരിക്കും അതിൻ്റെ ഫലം. അപ്പോൾ അത് പൊട്ടി. സാർ ക്വസ്റ്റ്യൻ തന്നതുകൊണ്ട് പ്രയോജനമില്ല. സൂചിക്കുഴ അപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. അടുത്ത സാറ് പറഞ്ഞു, എടാ ഒരു നല്ല വാർത്തയും കൂടെ ഉണ്ട്. ഞാൻ എന്താണ്? ഈ പ്രാവശ്യം നിന്റെ പരീക്ഷയുടെ പേപ്പർ നോക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, വാവ് ഗ്രേറ്റ്. അപ്പോൾ സാറൊരു കാര്യം ചെയ്യും, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ട് വയ്ക്കാം, ആ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി വെച്ചേക്കാം. അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും,
എങ്കിലും എങ്ങനെയെങ്കിലും ഒരിടത്ത് 5, 4, 8, 7, 3 ഒക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഒരു 35 താ സാറേ. അപ്പോൾ സാറ് പറഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിനേഷൻ്റെ ഒരു പ്രത്യേകത, ഒരു ക്വസ്റ്റ്യനിൽ ഉത്തരം തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി, ഒരു പ്രമാണം ലംഘിച്ചാൽ ന്യായപ്രമാണം എന്ന ചങ്ങല പൊട്ടിപ്പോവും. അതുകൊണ്ട് 100-ൽ 100 കിട്ടാത്ത ഒരുത്തിനും പാസ്സാവില്ല. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന 98കാരനെ നോക്കി, അവൻ്റെ ഇരിപ്പ് അഹങ്കാരം, അവനും തോക്കാൻ പോകും, ആരും ജയിക്കാൻ പോകത്തില്ല. ഇവിടെ നീതിമാനെന്ന് പറഞ്ഞവനും അതിവിശുദ്ധി പ്രസംഗിച്ചവനും വെളുത്ത മാസ്കും വെളുത്ത തൊപ്പിയും വെച്ച് നടന്നവനും എല്ലാം പോക്ക. ഞാൻ അന്നേരം മനസ്സിലാക്കുന്ന ഈ മനുഷ്യ പ്രവൃത്തി, മനുഷ്യ നീതി, ഇതുകൊണ്ട് നീതിമാന്മാരായവർ, വിശുദ്ധരായവർ, നിങ്ങളെ വിശുദ്ധി പറഞ്ഞ് പേടിപ്പിച്ചവർ, സ്റ്റേജിൽ നിന്ന് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ ഒരുത്തനും സ്വർഗത്തിൽ പോകില്ല എന്ന് പ്രസംഗിച്ചവർ എല്ലാം പോക്ക. കാരണം നിങ്ങൾ ആ മനുഷ്യനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നോക്കിയേ, ശരി ഞങ്ങൾ പോകില്ല, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമോ ചോദിച്ചു നോക്കിയേ. അപ്പോൾ ഞാൻ പോകും അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഇനി ആരെ പോലെ ആയാൽ മതി? എത്ര നല്ല കാര്യം ആ മനുഷ്യൻ പറഞ്ഞത്. പറഞ്ഞു വന്നപ്പോൾ എന്തായി മാറി? അത് ഫെയ്ത്ത് അല്ലാതെ പ്രവൃത്തിയാൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ദുരുപദേശമായി മാറിയില്ലേ? വേറൊരു വഴി അയാൾ സ്ഥാപിച്ചു. അപ്പൊ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാനുള്ള ഇനി അടുത്ത വഴി ഏതാണ്? പാസ്റ്റർ. യേശു ക്രിസ്തു എന്ന വഴി നമ്മൾ വിട്ടു. കാരണം അതുപോലെ ആരും ആയിട്ടില്ല, പാസ്റ്ററും ആയിട്ടില്ല. അപ്പൊ പുള്ളി സ്വർഗത്തിൽ പോവുകയും ചെയ്യും, നമ്മളൊട്ട് പോവുകയില്ല. അപ്പൊ പോകാനുള്ള എളുപ്പ വഴി ക്രിസ്തുവിനെ പോലെ ആകുന്നതാണോ പാസ്റ്ററെ പോലെ ആകുന്നതാണോ? പറ. എല്ലാം പോക്കാം. അത് ഞാൻ അവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കുക. 99കാരൻ പോക്ക്, വെള്ള വസ്ത്രം, ക്ലീൻ ഷേവൺ, ആഭരണമില്ല, എല്ലാം പോക്കാം. കാരണം ഇതൊന്നും കർത്താവിൻ്റെ കൽപ്പനകളുടെ അന്തസത്തയിലോട്ട് കയറിയിട്ടില്ല. സന്തോഷമായി എല്ലാവർക്കും? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ഇങ്ങനെ എന്നെ ചുറ്റിക്കരുത്. ഞാൻ ഒരു ഇത്തിരി പ്രത്യാശയോടുകൂടി വന്നിരുന്നത്. 35 മതിയല്ലോ, ഇപ്പൊ 100 വേണം. ഒരിടത്ത് തെറ്റിയാൽ എല്ലായിടത്തും തെറ്റി. ഇതെങ്ങനെ മുമ്പോട്ട് പോകും? അപ്പൊ സാറ് പറഞ്ഞു ഒരു നല്ല വാർത്തയും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, സാറിന് ഇതുവരെ മതിയായില്ലേ നല്ല വാർത്ത പറഞ്ഞു? അപ്പൊ സാറ് പറയാം, എടാ ഇത് കേക്ക്, ഒരു നല്ല വാർത്തയും കൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും തോക്കും. നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. അവിടെ 99കാരനുണ്ട്, 60കാരനുണ്ട്, എല്ലാവരും തോക്കുന്നു. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതിന് ഒരുത്തം മാത്രം ജയിക്കുള്ളൂ, അത് നീയാണ്. ഞാൻ പറഞ്ഞു, ഇതെന്ത് മണ്ടത്തരമാണ് സാറ് പറയുന്നത്? എന്നേക്കാൾ മിടുക്കരായ എത്ര പേർ, എന്നേക്കാൾ മിടുക്കരായ ശ്രേഷ്ഠരായ എത്ര പേർ എൻ്റെ ചുറ്റും ഇരുന്നപ്പോൾ, അല്ലെ അങ്ങനെയൊക്കെ പറയില്ല നമ്മള്. അപ്പൊ സാറ് പറഞ്ഞു, നീ വെറും പൊട്ടനാന്നുള്ള കാര്യം, നിനക്കൊരു എക്സാം എഴുതാനുള്ള ബുദ്ധി ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണ്ടി എക്സാം എഴുതാൻ നിനക്ക് വേണമെങ്കിൽ ഒരു സ്ക്രൈബിനെ വെക്കാം. ഇങ്ങനൊരു സ്കീം കേരള ഗവൺമെന്റിനുണ്ട് കേട്ടോ. പഠിക്കാൻ ബുദ്ധിയില്ലാത്ത പിള്ളേരാണെന്നൊരു സൈക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ക്രൈബിനെ വെച്ച് ഈ എക്സാം എഴുതിപ്പിക്കാം. അപ്പം ഞാൻ ചോദിക്കാം, എൻ്റെ സാറേ സ്ക്രൈബ് വന്നിട്ട് എന്താ കാര്യം? കാരണം സ്ക്രൈബിന് വല്ലതും അറിയണ്ടേ? ഈ സാധാരണ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്ക്രൈബായിട്ട് വരുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കും. വേറെ വെളിയിൽ നിന്നുള്ളവരെ വിളിക്കാൻ പറ്റില്ല. കാരണം സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ അത് എന്ത് തീറ്റ എന്നായിരിക്കും അവൻ ആലോചിക്കുന്നത്. കാരണം ഇതൊരു ആംഗിൾ ആണെന്നുള്ള കാര്യം, ആംഗിളിൻ്റെ റേഷ്യോ ആണെന്നുള്ള കാര്യം അറിയാവുന്നതും വേണം അവിടെ ഇരുന്ന് എഴുതാൻ, അല്ലെ? അതുപോലെ പൈ എന്ന് പറയുമ്പോൾ അത് ഏത് പശു എന്ന് ആലോചിക്കുന്നതിന് പകരം അതൊരു മാത്തമാറ്റിക്, അത് ബേസിക് വിവരമുള്ള ആൾക്കാരെ ആയിരിക്കും കൊണ്ടുപോയി ഈ സ്ക്രൈബായിട്ട് വെക്കുന്നത്. അപ്പം ഞാൻ പറയാം, എൻ്റെ സാറേ എനിക്കറിയാമെങ്കിലല്ലേ സ്ക്രൈബ് എഴുതുള്ളൂ, എനിക്കറിയത്തില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അവൻ വന്നിരുന്ന് എഴുതിയാലും എനിക്ക് 0 കിട്ടാൻ പറ്റുള്ളൂ. അപ്പം സാറ് പറഞ്ഞടാ, സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല, പിന്നെന്താ, നിന്റെ പരീക്ഷാ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് ഞാനാണ്, ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യുന്നത് ഞാനാണ്, നിന്റെ സ്ക്രൈബായിട്ട് വന്ന് എക്സാം എഴുതാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശരി സാറേ, ഇതാണ് വാർത്ത. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഞാൻ ആർത്തുണ്ട്, ഇത് ഇട്ടവനെ കൊണ്ട് തന്നെ ഇത് എഴുതിപ്പിക്കണമെന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ ന്യായവിധി നടത്തുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയ ഞാൻ തന്നെയാണ് നിന്റെ സ്ക്രൈബ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടും സഹോദരങ്ങളെ? എത്ര മാർക്ക് കിട്ടും? 100-ൽ 100 കിട്ടാൻ വേറൊരു വഴിയുമില്ല. 99 ആയിപ്പോയാൽ നമുക്ക് ചോദിക്കാം, കർത്താവ് ഉണ്ടാക്കിയ നിയമം
കർത്താവ് ഇട്ട മാർക്ക്, കർത്താവ് അനുസരിച്ച് അനുസരണം. പിന്നെ ഇതിനെങ്ങനെ 99 ആയത് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പം 100ൽ 100 കിട്ടാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഈ പരീക്ഷ അവൻ തന്നെ എഴുതുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇതൊക്കെ ഇയാൾ എവിടെ നിന്ന് കണ്ടുപിടിച്ചതാണ്? ഇത് ബൈബിളിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോയെന്ന്. നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കാം, അപ്പോൾ അത് മനസ്സിലാവും. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 23, 21, 22, 23, 24 വായിച്ചേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അടുത്തത്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പോൾ ഉള്ളം കൊണ്ട് ഞാൻ ഒത്തിരി തീരുമാനം എടുക്കുന്നില്ല. അടുത്ത ആഴ്ചയോട്ട് ഞാൻ നന്നായിക്കോളാം, ഇനി മേലെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ഇനി മേലെ കള്ളം പറയത്തില്ല, ഇനി മേലെ പൊങ്ങച്ചം പറയത്തില്ല. അടുത്തത്, എങ്കിലും ഉള്ളം കൊണ്ട് എത്ര ഞാൻ രസിച്ചാലും എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അവയവങ്ങളിൽ നിന്ന് വരുന്ന ഹോർമോണുകളും കെമിക്കൽസും കാരണം ഒരു ശത്രുവിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഓടടാ, അടിക്കടാ, രക്ഷപ്പെടടാ എന്നുള്ള സിഗ്നലാണ് വരുന്നത് തലയ്ക്കകത്തുനിന്ന്. അതാ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുക. ദേഷ്യം, അഡ്രിനാലിൻ ഉണ്ടാക്കുവാണ്. എന്ത് ചെയ്യും? എൻ്റെ അവയവങ്ങളിൽ തന്നെ എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത, ബുദ്ധിക്ക് എതിരെ നിൽക്കുന്ന ഒരു പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? എനിക്ക് ഭാര്യയെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്ന കല്യാണം കഴിച്ച് 5-6 മാസം കഴിഞ്ഞപ്പം പോയി. ഡോപ്പമിൻ ആയിരുന്നു. ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഒരു ഹോർമോൺ. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം തോന്നും, ജീവിക്കാനൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഈ പുതിയ ഗ്ലാസ് കിട്ടുമ്പോൾ തോന്നും ഇതിനകത്ത് തന്നെ നാളെ ചായ കുടിക്കണം തോന്നും. 4-5 ദിവസം കഴിയുമ്പോൾ ഏത് കപ്പായാലും കുഴപ്പമില്ലാതാവും. ഒരു ബൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ക്ലീൻ ചെയ്ത് കൃത്യമായിട്ട് വെക്കും. കുറേ കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും കിടക്കും. അങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3-4 മാസം ഇവർ കൈപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു. നമ്മൾ വിചാരിക്കും എന്തൊരു സ്നേഹം. അവർ വിചാരിക്കും ഇതുപോലൊരു സ്നേഹം ലോകത്തിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ല, നമ്മൾ ഒരിക്കലും പിരിയുകയില്ല. പക്ഷേ നേരത്തെ ഇങ്ങനെയൊക്കെ നടന്ന് നമ്മളിപ്പുറത്ത് തന്നെയുണ്ട്. കുറേ കഴിയുമ്പോൾ ഡോപ്പമിൻ എന്ന് പറഞ്ഞ സാധനം അങ്ങ് പോകും. അപ്പം പിന്നെ നേരത്തെ ചിരിച്ചപ്പോൾ, ആ ചിരി കണ്ടപ്പോൾ തോന്നിയ ആ ഒരു സന്തോഷം ഇപ്പം കാണുന്നില്ല. മനുഷ്യന്റെ സ്നേഹം അത്ര അന്നേരം കൽപ്പന കിടക്കുകയാണ്, സ്നേഹിക്ക്. യേശു ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിക്കാൻ വേണ്ടി സ്വന്തം പ്രാണനെ വിട്ടുകളഞ്ഞതുപോലെ അത്രയും വൃത്തികെട്ട ആ സഭയുടെ ഷേപ്പ് ഭയങ്കര മോശമായിരുന്നു. ആ സഭ തിരിച്ച് കർത്താവിനെ ആക്രമിക്കുമായിരുന്നു. ആ സഭയെ സ്നേഹിച്ച് അവളെ വിശുദ്ധയാക്കാൻ വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹം വെച്ച് നീ നിന്റെ ഭാര്യയെ സ്നേഹിക്ക്. ചുറ്റിയോ? ആകെ ഉണ്ടായിരുന്നു ഇത്തിരി ഡോപ്പമിൻ, അതും ഇപ്പൊ കാണാനില്ല. അപ്പം 7-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മൾ എത്ര വിചാരിച്ചാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി നമ്മുടെ ഹോർമോണുകൾക്കൊന്നും ഇല്ല. നമ്മൾ പലപ്പോഴും പറയില്ലേ, ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. നിങ്ങൾ ഇന്നേവരെ കേട്ടിട്ടുണ്ടോ? ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് എല്ലാവരും ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെ തോന്നുന്നു. ഇന്നേവരെ കേട്ടിട്ടുണ്ടോ? ഈ പാപം ചെയ്ത മനുഷ്യന്റെ ഉള്ളിൽ ഇതെല്ലാം ഭയങ്കര മോശം അവസ്ഥയിലാണ്. ഇത് നന്നാകത്തില്ല. ഇത് സന്തോഷമായോ? അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നിരാശപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ജഡം നാളെ നന്നാവും, ഈ ജഡം നാളെ നന്നാവും നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ് ഈ ജഡം നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് കർത്താവിനത് അറിയാമായിരുന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ ജഡത്തെ ഞാൻ ക്രൂശിക്കാൻ പോവാണ്. അവനോടുകൂടെ എൻ്റെ പാപ ജഡത്തെ കർത്താവ് ക്രൂശിൽ തറച്ചു, കൊന്നു, ഞാൻ മരിച്ചു അവൻ്റെ കൂടെ. ഐ ഡൈഡ്. ഇതാണ് ഫെയ്ത്ത്. നന്നാവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നന്നാക്കാൻ പറ്റാത്ത ഫോൺ എന്ത് ചെയ്യും? തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വാങ്ങിക്കും. അതുപോലെ നമ്മുടെ നന്നാകാത്ത ജഡത്തെ ക്രൂശിൽ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാക്കി. നമ്മുടെ ഹൃദയത്തിലെ കല്ലുപോലുള്ള ഹൃദയത്തെ നീക്കി മാറ്റി പുതിയ ഒരു ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? നമ്മളെ പുതുതാക്കി, പഴയതിനെ ഇല്ലാതാക്കി. നന്നാക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം പഴയതിനെ കർത്താവ് ക്രൂശിൽ തറച്ചു. നന്നാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നും ആ പഴയ ജഡമിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നന്നാകാൻ. ഒരിക്കലും നന്നാകില്ല എന്ന് കർത്താവ് തന്നെ കണ്ടതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചതാണ്. അപ്പം നമ്മൾ എപ്പോഴും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ആ നടപ്പിനെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിരാശാജനകമായ അവസ്ഥ. 24-ാം വാക്യം വായിച്ചേ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്. അപ്പൊ പാപങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നല്ല, പാപം തുടങ്ങുന്നത് നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിൽ നിന്നാണ്. മോഹമുണ്ടാകുന്നത് ചിന്തകളിൽ നിന്നല്ല, ആ ചിന്തകൾ ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ്. മനസ്സിലായോ? നിങ്ങൾ വഴിയെ പോകുന്ന പല കാഴ്ചകൾ കാണുമ്പോൾ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ള ചിന്തിക്കും, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ള ചിന്തിക്കും. ജഡസ്വഭാവമുള്ള ചിന്തിച്ച് നിങ്ങൾ പാപികളാകുന്നതല്ല,
നിങ്ങൾക്ക് ജഡസ്വഭാവം ഉള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പൊ ശരിക്കും പാപത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളല്ല, നമ്മുടെ തന്നെ സ്വഭാവമാണ്. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞ വാക്യം എവിടെയാ? നമ്മുടെ പകരക്കാരൻ എന്തിയെ? നമ്മുടെ സ്ക്രൈബ്. ഇത്രയും വാക്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ രക്ഷപ്പെടത്തില്ല സ്വയം, അല്ലേ? സീറോയാണ്, സീറോയാണ്, സീറോയാണ്. ഇനി റോമാലേഖനത്തിന്റെ 8:3 വായിച്ചേക്ക്. അടുത്ത് മുമ്പോട്ട് വായിക്കും. 8:3. ജഡത്താലുള്ള ബലഹീന നിമിത്തം, അതായത് എൻ്റെ ജഡം ബലഹീനമായതുകൊണ്ട് ന്യായപ്രമാണത്തിന് എന്നെ നീതിമാനാക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിൽ, അതായത് നമ്മളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മനുഷ്യനായി പാപജഡത്തിന്റെ സദൃശ്യത്തിൽ പാപ നിമിത്തവും ഈ ഭൂമിയിലേക്ക് എനിക്കൊരു പകരക്കാരനെ ദൈവം അയച്ചു. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റെ ജഡം കൊണ്ട് ന്യായപ്രമാണം പൂർത്തിയാകാത്തത് കൊണ്ട് എനിക്കൊരു പകരക്കാരനെ കർത്താവ് അയച്ചു. അടുത്ത വാക്യം, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്ത വാക്യം പറയാണ്, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ, അതായത് ഉന്നം പിടിക്കുന്ന നമ്മളിൽ, അതായത് കാറ്റുപോലെയായ നമ്മളിൽ, അതായത് ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച നമ്മളിൽ ദൈവത്തിന്റെ നീതി, ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറേണ്ടതിന് തന്നെ. അപ്പൊ എങ്ങനെ ഇത് നിറവേറ്റിയത്? നമ്മുടെ ഉള്ളിൽ നമുക്ക് പകരം അനുസരണം ഉണ്ടാക്കുകയും അനുസരണത്തെ ദൈവം പൂർത്തിയാക്കുകയും എന്നിട്ട് അതേ തേജസ്കരിക്കപ്പെട്ട ആത്മാവിനെ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ട് നമ്മുടെ സ്വഭാവത്തെ മാറ്റി ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ടാണ് ഈ നീതി പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിൽ ആകെ വഴക്കായിരിക്കും. നിങ്ങൾ പറയാണ്, ഞാൻ മരിച്ചു, ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ. അതാ എൻ്റെ ഫെയ്ത്ത്. നോക്കുമ്പോൾ ഞാൻ തന്നെയാണ്, പക്ഷെ വിശ്വാസത്തിൽ ഞാനല്ല, ക്രിസ്തുവാണ്. അപ്പൊ എന്താ വിശ്വാസ ജീവിതം? ഇല്ലാത്ത കാറ് വരുന്നതല്ല, എൻ്റെ കർത്താവ് എനിക്ക് പകരം ജീവിക്കുന്നതാണ്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാം, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം, നിങ്ങൾ എന്നെ പുകഴ്ത്തണ്ട, നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട, നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ട, നിങ്ങളുടെ പ്രതിഫലമോ കയ്യടിയോ വേണ്ട, ഞാൻ മരിച്ചു. മരിച്ചാൾക്ക് ഇതൊന്നും വേണ്ടല്ലോ, മരിച്ചാൾക്ക് ഇതൊന്നും വേണ്ട, അല്ലേ? മരിച്ചാൾ ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ അവർ കൈയടിച്ചത് പോരാ? പറയോ? ആര് ശ്രദ്ധിക്കുന്നു? നമുക്കാകെ ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് പറയേണ്ടിയിരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞോ, ഇത് മാത്രമാണ്. യേശു ആയിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ അവൻ എന്തു പറയുമായിരുന്നു? അതാണ്, ഞാനല്ല ക്രിസ്തു അത്രേ. ആത്മാവിന് മാത്രമേ എന്നെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നിറവേറുന്ന ക്രിസ്തുവിൻ്റെ പ്രമാണം, അവിടെ നിന്നാണ് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് മനുഷ്യരാൽ നടക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാവുകയും ആ കർത്താവിൻ്റെ ജീവനിൽ നിങ്ങൾ വളരുകയും നിങ്ങൾ നീതിയിൽ തികവുള്ളവരായി മാറുകയും പ്രത്യാശയുള്ളവരായി മാറുകയും ചെയ്യും. കാരണം നിങ്ങളാലല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനാലാണ് ഈ ഓട്ടം പൂർത്തിയാകുന്നത്. വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്വർഗത്തിൽ പോവോ? നമ്മൾ നിമിത്തം പോവുകയില്ല, എന്നാൽ നമ്മളെ രക്ഷിക്കുന്ന രക്ഷിതാവ് നിമിത്തം ഞാൻ പോകും. ഈ സൂചിക്കുഴലിലൂടെ ഞാൻ കടക്കയില്ല, പക്ഷെ കർത്താവ് എന്നെ അവന്റെ സ്വഭാവമുള്ളവനാക്കി, ആത്മസ്വഭാവമുള്ളവനാക്കി ആ സൂചിക്കുഴലിലൂടെ എന്നെ കടത്തി വിടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഈ നീതി നമുക്ക് വിശ്വാസത്താൽ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. അങ്ങനെ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ആ പ്രവൃത്തിയുടെ അഹങ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നേനെ. പക്ഷെ മനുഷ്യൻ പുകഴാതെ വണ്ണം അത് എഴുതിയിട്ടുണ്ട്. ആകയാൽ പുകഴ്ച എവിടെ? അത് പോയി. കാരണം ഇതെല്ലാം കർത്താവ് തന്നെ തന്നതുകൊണ്ട് മനുഷ്യന് പുകഴാൻ ഒന്നുമില്ലാത്ത ഒരു രക്ഷ ദൈവം നമുക്ക് സൗജന്യമായിട്ട് തന്നു. അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് നിത്യജീവനിലേക്കുള്ള ഒരു പ്രവേശനമായി ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടക്കുന്നതിനുള്ള ധൈര്യമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ അതിവിശുദ്ധ വിശ്വാസം ഇന്ന് സഭകളിൽ പ്രസംഗിക്കപ്പെടുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ, നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ ഇരുന്നവർ, നിങ്ങളുടെ സംസാരം ഒരിക്കൽ കേട്ടവർ, നിങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് മുമ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കുശുകുശുപ്പ് വർത്താനം പറഞ്ഞവർ, നിങ്ങളുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ സുവിശേഷം കേൾക്കണം. അവർക്കൊരു പകരക്കാരനുണ്ട്. അവർക്ക് വേണ്ടി മരിച്ച് ക്രൂശിൽ അവർക്ക് പകരം മരിച്ചയാൾ ആ ആത്മാവിൽ ഇന്നും നമ്മുടെ ഉള്ളിൽ നമുക്ക് പകരം ജീവിക്കുന്ന, ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് വിശ്വസിക്കുമ്പോൾ എനിക്ക് പകരം ജീവിക്കുന്ന അവൻ്റെ സകല റിസോഴ്സുകൾ നമുക്ക് തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന് സംസാരം കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകണം. കാരണം കർത്താവിൻ്റെ വരവ് സമീപമായി.